ഞായറാഴ്ച രാവിലെ പള്ളി കഴിഞ്ഞ് നെല്ലിപ്പൊയിലിൽ വന്നതായിരുന്നു സണ്ണി. അവൻ വറീദേട്ടന്റെ ചായക്കടയിൽ ചെന്നിരുന്നു. ആഞ്ചല വന്നില്ലേ വറീദേട്ട? അവൻ തിരക്കി. പള്ളി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പൊ വരും. വറീദേട്ടൻ ചായക്കുള്ള വെള്ളം സ്റ്റൗവിന് മുകളിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു. ഒരു പോലീസ് ജീപ്പ് മഞ്ഞുവൽ ഭാഗത്തേക്ക് പാഞ്ഞുപോയി. രാവിലെ പോലീസ് പാർട്ടി എങ്ങോട്ടാ കത്തിച്ചു വിടുന്നേ? സണ്ണി പിറുപിറുത്തു. സണ്ണി, നീ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഐശ്വര്യ ബേക്കറിയിലെ സാബു ചായക്കടയിലേക്ക് കയറി വന്നു. എന്താ സാബു? സണ്ണി അമ്പരപ്പോടെ അവനെ നോക്കി. ഡോക്ടർ ആൽബർട്ടിനെ ആരോ കൊന്നു. ശവം എലന്തുകടവ് പാലത്ത് കിടപ്പുണ്ട്. ഒരു ബോംബ് വന്ന് വീണതുപോലെ സണ്ണി ഞെട്ടിപ്പോയി. മറീദേട്ടനും ധരിച്ചു നിൽക്കുകയായിരുന്നു. പോലീസ് പാർട്ടി ഇപ്പൊ പോയതേ ഉള്ളൂ. ആരാ സാബു ഇത് ചെയ്തെന്നറിയാമോ? മറീദേട്ടൻ ചോദിച്ചു. ഒന്നും അറിയില്ല. രാവിലെ പത്രക്കാരൻ പയ്യനാ ശവം കിടക്കുന്നത് ആദ്യം കണ്ടത്. മറീദേട്ടാ, ചായ എടുക്കണ്ട, നമുക്ക് അവിടം വരെ പോകാം. സണ്ണി എണീറ്റു. അപ്പോൾ തങ്ങൻ്റെ ഓട്ടോയ്ക്ക് ആഞ്ചല പലഹാരങ്ങളുമായി കടയ്ക്ക് മുമ്പിൽ വന്നിറങ്ങി. മറീദേട്ടാ, നമുക്ക് തങ്ങൻ്റെ ഓട്ടോയിൽ പോവാം. മറീദേട്ടനും സണ്ണിയും പുറത്തേക്ക് ഇറങ്ങി. മറീദേട്ടൻ ആഞ്ചലയെ ഒറ്റ വാക്കിൽ വിവരം ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ കട നോക്കിക്കോണേ, ചാച്ചന് ഇപ്പോൾ വരാം. സണ്ണിയും വറീദേട്ടനും ഓട്ടോയിൽ കയറി. കാറിൽ നിന്നിറങ്ങിയപ്പോഴേ കുര്യച്ചൻ്റെ കാലിടറി. കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ കുര്യാച്ചനും ജോയിക്കുട്ടിയും അരവിന്ദനും ആൽബർട്ടിൻ്റെ ശവം കിടക്കുന്നിടത്തേക്ക് ചെന്നു. പോലീസുകാർ FIR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് CI ശേഖരൻ തമ്പി നിൽപ്പുണ്ടായിരുന്നു. കുര്യച്ചനെ കണ്ടതും ശേഖരൻ അവർക്കരികിലേക്ക് വന്നു. ശേഖര, എൻ്റെ മോള് വിധവയായി പോയല്ലോടാ. കുര്യച്ചൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ ഒരാശ്രയം എന്നോണം ശേഖരൻ്റെ തോളിൽ പിടിച്ചു. കൊലപാതകമാണോ സാറേ? അരവിന്ദ് ചോദിച്ചു. അതെ, ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ തന്നെ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആൽബർട്ടിൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തി കമ്പിവടി കൊണ്ട് തലയ്ക്ക് പിന്നിൽ അടിക്കുകയായിരുന്നു. തലയോട്ടി ചിതറിപ്പോയിട്ടുണ്ട്. മാത്രമല്ല, കൊലയ്ക്ക് ഉപയോഗിച്ചെന്ന് കരുതുന്ന ഇരുമ്പുവടിയിൽ രക്തം പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ശേഖരൻ കുര്യാച്ചനെ നോക്കി. എലന്തുകടവ് പാലത്തിൽ വലിയൊരാൾക്കൂട്ടം ദൂരെ വെച്ചേ അവർ കണ്ടു. പോലീസ് വന്ന ജീപ്പുകൾ കുറച്ചപ്പുറം മാറ്റി നിർത്തിയിട്ടിരുന്നു. ഇവിടെ നിർത്തിയാൽ മതി തങ്കച്ച, അങ്ങോട്ട് പോകണ്ട, സണ്ണി പറഞ്ഞു. തങ്കൻ ഓട്ടോ നിർത്തി. ആൾക്കൂട്ടത്തിനിടയിൽ കുര്യാച്ചനും ജോയിക്കുട്ടിയും അരവിന്ദനും ശേഖരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സണ്ണി കണ്ടു. അവർ ശവം കിടക്കുന്നിടത്തേക്ക് ചെന്നു. സണ്ണിയെ കണ്ട് അരവിന്ദൻ അവൻ്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയല്ലോ സാറേ. സണ്ണി പതുക്കെ മന്ത്രിച്ചു. സാരമില്ല സണ്ണി, ഇത് അവന് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം. കുര്യച്ച, നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ശേഖരൻ ചോദിച്ചു. കുര്യച്ചൻ എല്ലാവരെയും ഒന്ന് നോക്കി, പ്രത്യേകിച്ച് സണ്ണിയെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നോടൊരു താടിക്കാരൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എനിക്ക് സംശയം അവനെയാണ്. അത് കേട്ടതും വറീദേട്ടന് ആശ്വാസമായി. അവനെ പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. കുര്യച്ചൻ വിഷമിക്കണ്ട. 1-2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. റോസിയുടെ സ്വഭാവത്തിന് പ്രകടമായ മാറ്റമുണ്ടായി. അവൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി. മോളെ, ആൽബർട്ട് നീയുമായി വഴക്കുണ്ടാക്കിയോ? റോസിയെ തനിച്ച് കിട്ടിയപ്പോൾ കുര്യാച്ചൻ ചോദിച്ചു. അവൾ നിന്ദയോടെ ചിരിച്ചു. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ ഡാഡി. ഡാഡി എന്നെ ആ മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെച്ച അന്ന് മുതൽ വഴക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടി ഡാഡിയോട് പറയാനുണ്ട്. എൻ്റെ മമ്മിയെ കൊന്നത് സണ്ണിച്ചനാണെന്നല്ലേ ഡാഡിയും ജോയിച്ചായനും ഈ നിമിഷം വരെ കരുതുന്നത്? അതിനുള്ള ശിക്ഷയും സണ്ണിച്ചന് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഡാഡിക്കും ജോയിച്ചായനും യഥാർത്ഥ കൊലയാളി കൺമുമ്പിലുണ്ടായിട്ടും കാണാനുള്ള കണ്ണില്ലാതെ പോയി. മകളുടെ കാമുകൻ ഒടുക്കുകയായിരുന്നല്ലോ പ്രധാന ലക്ഷ്യം. റോസി വികാര വിക്ഷോഭത്തോടെ ഒന്ന് നിർത്തി. മോളെ, നീ എന്താടി പറഞ്ഞു വരുന്നത്? കുര്യച്ചന് ഒന്നും മനസ്സിലായില്ല. ഡാഡിയും ജോയിച്ചായനും തലയിലേറ്റിക്കൊണ്ട് നടന്ന ഡോക്ടർ ആൽബർട്ട് ആരാണെന്ന് അറിയണ്ടേ? എൻ്റെ ഭർത്താവ് മാത്രമല്ല, മമ്മിയുടെ കൊലയാളി കൂടിയാണ്. മോളെ, തലയിൽ തീക്കട്ട വീണതുപോലെ കുര്യച്ചൻ ഞെട്ടിപ്പോയി. ജോയിക്കുട്ടിയുടെ സ്ഥിതിയും വിഭിന്നമായിരുന്നില്ല. ഇത് സത്യമാണോ മോളെ? വിശ്വാസം വരാത്ത മട്ടിൽ കുര്യച്ചൻ റോസിയെ നോക്കി. ഞാനെന്തിന് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് കള്ളം പറയണം ഡാഡി? അയാൾ ചെയ്തതിൻ്റെ ശിക്ഷ വൈകിയാണെങ്കിലും കിട്ടി.
അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ദുഃഖവുമില്ല ഡാഡി. ഇത് പണ്ടേ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയേനെ. ഇനി അതോർത്തിട്ട് കാര്യമില്ലല്ലോ, ഒരു നെടുവീർപ്പോടെ റോസി പറഞ്ഞു. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു മോളെ? കുര്യച്ചൻ്റെ മനസ്സിന് ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നി. സത്യം എന്താണെങ്കിലും പുറത്തു വരില്ലേ ഡാഡി, അങ്ങനെ കരുതിയാൽ മതി. ഇനി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഡാഡി? നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന വേലക്കാരി സീതമ്മയെ ഡാഡി ഓർക്കുന്നുണ്ടോ? ശേഖരനാണ് അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അത് ആൽബർട്ട് പറഞ്ഞിട്ടായിരുന്നു. ആൽബർട്ടിൻ്റെയും ശേഖരൻ്റെയും രഹസ്യക്കാരിയായിരുന്നു അവൾ. എന്നെ കല്യാണം കഴിച്ചാലും പഴയ ബന്ധത്തിന് കോട്ടം തട്ടാതിരിക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നത്. നമ്മളൊക്കെ കല്യാണത്തിന് പോയ അന്ന് സീതമ്മയെ തേടി ആൽബർട്ട് വന്നു. വേലക്കാരിയുമായിട്ടുള്ള അരുതാത്ത ബന്ധം കണ്ടുപിടിച്ച മമ്മിയെ അയാൾ കുത്തിക്കൊന്നു. കാരണം എന്നേക്കാൾ അയാൾക്ക് ആവശ്യം സ്വത്തും പണവുമായിരുന്നു. ഡാഡിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുണ്ടല്ലോ ശേഖരൻ, അയാൾക്കും ഈ സംഭവങ്ങളൊക്കെ അറിയാമായിരുന്നു. സണ്ണിച്ചനെ കൊലയാളിയാക്കുന്ന തിരക്കിൽ ആരും വേലക്കാരിയെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. ഇനി പറയ് ഡാഡി, ആൽബർട്ടിന് കിട്ടിയ ഈ ശിക്ഷ 8 വർഷം മുമ്പേ കിട്ടേണ്ടതല്ലേ? മോളെ, കുര്യച്ചൻ വാക്കുകൾക്ക് വേണ്ടി പരതി. സണ്ണി വാതിലിൽ തട്ടി. രാത്രി കുര്യച്ചൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. റോസി പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സു നിറയെ. തനിക്ക് എവിടെയാണ് പിഴച്ചത്? ആദ്യമായി കുര്യച്ചന് അങ്ങനെ ഒരു ചിന്തയുണ്ടായി. പണത്തിനും പ്രതാപത്തിനും വേണ്ടി സത്യങ്ങൾ കള്ളങ്ങളാക്കി, കള്ളത്തരങ്ങൾ സത്യങ്ങളും. പക്ഷേ അതിനൊക്കെ താൻ കൊടുക്കേണ്ടി വന്ന വില ഏക മകളുടെ ജീവിതമായിരുന്നു, അവളുടെ സ്വപ്നങ്ങളായിരുന്നു. ഇനി അതൊക്കെ ഓർത്തിട്ട് എന്ത് ഫലം? പെട്ടെന്ന് മുറിയിലെ ലാൻഡ് ഫോൺ ശബ്ദിച്ചു. കുര്യച്ചൻ 1-2 നിമിഷം കാത്തുനിന്ന ശേഷം എണീറ്റ് ചെന്ന് റിസീവർ എടുത്തു. ഹലോ. മേടയിൽ കുര്യച്ച, പുല്ലൻ്റെ മോനെ, നിന്റെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പുറത്തു നിന്നും ഒഴുകിയെത്തിയ ശബ്ദം കേട്ട് കുര്യച്ചൻ അമ്പരന്ന് പോയി. നീ ആരാടാ? കുര്യച്ചൻ വിറച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മണ്ണിനടിയിൽ മൂടിയിട്ട രഹസ്യം പുറത്തെടുക്കാൻ ശവക്കുഴി പിളർന്നു വന്ന മരണം. വിക്ടർ ലീനസ്. റിസീവറും പിടിച്ചുകൊണ്ട് നിന്ന കുര്യച്ചൻ്റെ കാതിലേക്ക് ഈയം കോരിയൊഴിച്ചതുപോലെ വിക്ടറിൻ്റെ ശബ്ദം ഒഴുകിയെത്തി. നിന്റെ മരുമകൻ ആൽബർട്ടിൻ്റെ ജീവനെടുത്തത് ഞാനാ. അവൻ എന്നേ മരിക്കേണ്ടവനായിരുന്നു. ഒരു നിരപരാധിയെ ജയിലിൽ അടച്ചിട്ട് മാന്യനായി സുഖിച്ച് വാഴുകയായിരുന്നല്ലോ തന്തയ്ക്ക് പിറക്കാത്തവൻ. നീയൊക്കെ ഇനി ജീവിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാ. ജാതകം എഴുതിയ ജോത്സ്യന് തെറ്റുപറ്റാം, പക്ഷേ ഈ വിക്ടറിന് തെറ്റില്ല കുര്യച്ച. കാത്തിരുന്നോ, കരുതിയിരുന്നോ. ഗുഡ് നൈറ്റ്. ഫോൺ കട്ടായിട്ടും കുര്യച്ചൻ ധരിച്ചു നിൽക്കുകയായിരുന്നു. കുര്യച്ചൻ്റെ മനസ്സിലേക്ക് അവൻ്റെ മുഖം കയറി വന്നു. വിക്ടറിൻ്റെ, പിന്നെ ലീനസ് കുഞ്ഞും കൊച്ചമ്മണിയും. കുര്യച്ചൻ്റെ മനസ്സ് കാറും കോളും കൊണ്ട കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു. വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ നാന്തി പോലെ കുര്യച്ചൻ വെട്ടി വേർത്തു. അപ്പോൾ വിക്ടർ മരിച്ചിരുന്നില്ലേ? ലീനസ് കുഞ്ഞും കൊച്ചമണിയും ഇപ്പോൾ എവിടെയുണ്ട്? വിക്ടറാണ് ആൽബർട്ടിനെ കൊന്നതെങ്കിൽ അവൻ പഴയതിൻ്റെ പ്രതികാരം ചെയ്തതായിരിക്കും. പെട്ടെന്ന് കുര്യച്ചൻ്റെ മനസ്സിലൊരു മിന്നലുണ്ടായി. കുഞ്ഞച്ചൻ്റെ കാലിൽ വടിവാളുകൊണ്ട് വെട്ടിയതും വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതും വിക്ടറാണ്. ആ താടിക്കാരൻ ആരായിരിക്കുമെന്നുള്ള തൻ്റെ ഇതുവരെയുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ കുര്യച്ചൻ ആ വേളയിലും നിഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു. മാധവൻ്റെ മുന്നിൽ വിക്ടർ ഒന്നുമല്ല. മാധവനോട് പറയണം, വിക്ടറിൻ്റെ ശവമായാലും മതി തനിക്കെന്ന്. കുര്യച്ചൻ്റെ കൗശലം നിറഞ്ഞ കണ്ണുകൾ കുറുകി. വിക്ടർ, എൻ്റെ കൈകൊണ്ട് തന്നെ നിനക്ക് വീണ്ടും ഒരു അന്ത്യകർമ്മം ചെയ്യാനായിരിക്കും ദൈവവിധി. ബെഡിലേക്ക് ചാഞ്ഞ കുര്യച്ചൻ്റെ മനസ്സ് കടിഞ്ഞാണറ്റ കുതിരയെപ്പോലെ 20 വർഷം പിന്നിലേക്ക് പാഞ്ഞു. മഞ്ഞുവയലിൽ വരുന്ന കാലത്ത് നിഴൽ പോലെ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ലീനസ് കുഞ്ഞും ഭാര്യ കൊച്ചമ്മണിയും, തൻ്റെ പറമ്പിലെ കുടികിടപ്പുകാർ. മഞ്ഞുമലയിലെ നോട്ടക്കാരനായ ലീനസ് കുഞ്ഞിന് തോട്ടത്തിൽ തന്നെ വീട് വയ്ക്കാൻ 10 സെന്റ് തിരിച്ചു കൊടുത്തു. ലീനസും കൊച്ചമ്മണിയും ഒരു കുടിൽ കെട്ടി അവിടെ താമസം തുടങ്ങി. സുന്ദരിയായ കൊച്ചമ്മണിയിൽ കുര്യച്ചന് ഒരു കണ്ണുണ്ടായിരുന്നു. മഞ്ഞുമല എസ്റ്റേറ്റിൽ ചെല്ലുന്ന കുര്യച്ചൻ പലപ്പോഴും പിറ്റേ ദിവസമായിരിക്കും മടങ്ങി വരിക. ആ രാത്രി കുര്യച്ചൻ്റെ ചൂടേറ്റ് കൊച്ചമ്മണി ഔട്ട് ഹൗസിൽ താമസിക്കും. എല്ലാം അറിയുന്ന ലീനസ് കുഞ്ഞ് ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു. മുതലാളി അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്നു. കൊച്ചമണിക്കൊരു കുഞ്ഞു പിറന്നു, വിക്ടർ. ആ സമയം റീത്താമ്മയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകി, ജോയിക്കുട്ടി. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു.
വിക്ടർ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കാൻ അവൻ സമർത്ഥനായിരുന്നു. ലീനസ് കുഞ്ഞും കൊച്ചമണിയും കുടുംബത്തിന്റെ രക്ഷകനായി കണ്ടത് വിക്ടറിനെയായിരുന്നു. അവനെ പഠിപ്പിച്ച് ഒരു ജോലിക്കാരനാക്കണമെന്ന ആഗ്രഹത്തോടെ അവർ രാപ്പകലില്ലാതെ എല്ലുമുറിയെ പണി ചെയ്തു. അന്നൊരു ക്രിസ്തുമസ് ആയിരുന്നു. കുര്യാച്ചന്റെ ഇളയ സഹോദരി ജെസ്സി മേടയിൽ ബംഗ്ലാവിൽ വന്നു. അവളോടൊപ്പം 6-3 വയസ്സ് പ്രായമായ പെൺമക്കളും ഉണ്ടായിരുന്നു. അല്പം തടിച്ച് സുന്ദരിയായ ജെസ്സിയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് ആരും പറയില്ലായിരുന്നു. സ്റ്റോർ മുറിയിൽ നിന്നും തേങ്ങ എടുക്കാനായിട്ടാണ് വിക്ടർ അങ്ങോട്ട് ചെന്നത്. ക്രിസ്തുമസ് പ്രമാണിച്ച് ലീനസ് കുഞ്ഞും കൊച്ചമണിയും ബംഗ്ലാവിൽ വന്നിട്ടുണ്ട്. തേങ്ങ പെറുക്കി പുറത്തേക്കിടുമ്പോഴാണ് ഒരു മതാലസയെ പോലെ ജെസ്സി സ്റ്റോർ റൂമിലേക്ക് കയറി വന്നത്. എന്താ ജെസ്സി ചേച്ചി? അവളുടെ വികാരമുറ്റിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വിക്ടർ ചോദിച്ചു. വിക്ടറെ, രാത്രി എല്ലാവരും പാതിര കുർബാനയ്ക്ക് പള്ളിയിൽ പോകും. നീ പോകണ്ട, എൻ്റെ മുറിയിലേക്ക് വരണം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ കൈകളിലെ മസിൽ നോക്കിക്കൊണ്ട് ജെസ്സി പറഞ്ഞു. എന്താ കാര്യം ചേച്ചി? ഇപ്പോൾ പറഞ്ഞ പോരെ? പറ്റില്ലട ചക്ക, അത് രാത്രി പറയേണ്ടതാ. ഓർക്കപ്പുറത്ത് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. വിക്ടർ ഞെട്ടിപ്പോയി. ഞാനിത് അമ്മച്ചിയോട് അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. വിക്ടർ തേങ്ങയിട്ടിട്ട് മുറിക്ക് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയതും ജെസ്സി വഴി തടഞ്ഞു. നീ പറഞ്ഞു കൊടുക്കുമോടാ? എന്നാ പറഞ്ഞു കൊടുക്ക്, കാണട്ടെ. ക്രുദ്ധയായ അവൾ ഇട്ടിരുന്ന ചുരിദാറിന്റെ കഴുത്തും കൈയും വലിച്ചു കീറി. നെറ്റിയിലെ പൊട്ടു മായ്ച്ച് മുടി വിടർത്തിയിട്ട് വിക്ടറെ കയറി പിടിച്ചുകൊണ്ട് നിലവിളിച്ചു. അയ്യോ, ഓടിവായോ, ഈ ചെറുക്കൻ എന്നെ കയറി പിടിച്ചേ. ആ നിലവിളി കേട്ട് എല്ലാവരും ഓടി വന്നു. ആ കാഴ്ച കണ്ട് കുര്യാച്ചൻ നടുങ്ങിപ്പോയി. ഈ ചെക്കൻ എന്നെ... തേങ്ങിക്കരഞ്ഞുകൊണ്ട് ജെസ്സി പുറത്തേക്ക് ഇറങ്ങി ഓടി. തന്തയ്ക്ക് പിറക്കാത്തവനെ! കുര്യാച്ചൻ ഒരു കവളൻ മടലെടുത്ത് വിക്ടറിനെ അടിച്ചു. അയ്യോ മുതലാളി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ചേച്ചിയാ എന്നെ കയറി പിടിച്ചത്. നിലവിളിക്കിടയിൽ അവൻ വിളിച്ചു പറഞ്ഞത് ആരും കേട്ടില്ല. മുതലാളി, എൻ്റെ കുഞ്ഞിനെ അടിക്കരുത്. തടസ്സം പിടിക്കാൻ ചെന്ന കൊച്ചമണിക്കും തല്ല് കിട്ടി. നാളെ നേരം വെളുക്കുമ്പോൾ ഒറ്റ എണ്ണത്തിന് ഈ നാട്ടിൽ കണ്ടുപോകരുത്. എങ്ങോട്ടാണെങ്കിലും പോയിക്കൊള്ളണം. നിന്റെയൊക്കെ സേവനം എനിക്ക് മതിയായി. ലീനസ് കുഞ്ഞ് കുര്യാച്ചന്റെ കാല് പിടിച്ചു കരഞ്ഞു. പക്ഷേ അയാളുടെ മനസ്സലിഞ്ഞില്ല. നാളെ ഇവൻ എൻ്റെ ഭാര്യയെ കയറി പിടിക്കില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ലീനസേ? ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ആവശ്യം എനിക്കില്ല. എവിടെ വേണമെങ്കിൽ പോയി ജീവിച്ചോ. കുറച്ച് പണം ഞാൻ തരാം. വേണ്ട മുതലാളി. കണ്ണു തുടച്ചുകൊണ്ട് ലീനസ് പടിയിറങ്ങിപ്പോയി. ആരുമില്ലാത്ത സമയം നോക്കി കൊച്ചമണി കുര്യാച്ചന്റെ മുറിയിൽ കയറി വന്നു. എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നത്? കുര്യാച്ചൻ അലറി. ദേഷ്യപ്പെടാതെ മുതലാളി, ഒരു കാര്യം പറയാനായി വന്നത്. 15 കൊല്ലമായി നെഞ്ചിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച സത്യം. എന്ത് സത്യമാടി? കുര്യാച്ചൻ കൊച്ചമണിയെ നോക്കി. മുതലാളി, വിക്ടർ മുതലാളിയുടെ മകനാ. നട്ടലിനുള്ളിലൂടെ ഒരു വാൾ കടന്നുപോയ പോലെ കുര്യാച്ചൻ ഞെട്ടി. നായിന്റെ മോളെ, തന്തയ്ക്ക് പറക്കായി പറയുന്നു. ചവിട്ടി കൊല്ലും ഞാൻ. സത്യമാ മുതലാളി, വിക്ടറിൻ്റെ അപ്പൻ മുതലാളിയാ. എൻ്റെ ഭർത്താവിന് പോലും അറിയാത്ത സത്യം. പോകുന്നതിന് മുമ്പ് മുതലാളിയോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ പറഞ്ഞത്. പോട്ടെ മുതലാളി. കൊച്ചമണി ഇറങ്ങിപ്പോയതും വെടികൊണ്ട കാട്ടുമൃഗത്തെ പോലെ കുര്യാച്ചൻ ചാടി എണീറ്റു. കൊച്ചമണി പറഞ്ഞത് സത്യമാണെങ്കിൽ വിക്ടർ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. മകനായിട്ട് തനിക്ക് ഒരുത്തനേ ഉള്ളൂ. അത് ജോയിക്കുട്ടിയാണ്. വിക്ടർ ജീവിച്ചിരുന്നാൽ അവൻ നാളെ അവകാശവും ചോദിച്ചു കൊണ്ടുവന്നാൽ വേണ്ട. നാളത്തെ സൂര്യോദയം അവൻ കാണരുത്. ഒരു തീരുമാനത്തിലെത്തിയ കുര്യാച്ചൻ ഈട്ടിപ്പാറ കുഞ്ഞച്ചനെയും ഡ്രൈവർ ചന്ദ്രനെയും വിളിച്ചു വരുത്തി. കുഞ്ഞച്ച, ലീനസിന്റെ മകൻ വിക്ടർ നാളെ ജീവനോടെ ഉണ്ടാവരുത്. ഉണ്ടായതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കൊക്കോ തോട്ടത്തിൽ കൊണ്ടുപോയി അവനെ കിടത്തി ഉറക്കിയേരെ. നിനക്ക് ആവശ്യമുള്ള ആളെയും കൂട്ടിക്കോ. കുഞ്ഞച്ചൻ തല കുലുക്കി. രാത്രി കടന്നു വന്നു. കുര്യാച്ചൻ മേശപ്പുറത്തിരുന്ന കൂജയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. അന്ന് വിക്ടർ മരിച്ചിട്ടില്ലെങ്കിൽ സത്യാവസ്ഥ കുഞ്ഞച്ചൻ അറിയാതെ വരില്ല. അവനെ കാണും രാവിലെ തന്നെ. ഈട്ടിപ്പാറ കുഞ്ഞച്ചൻ്റെ കാലിലെ പ്ലാസ്റ്റർ വെട്ടി വടിയുടെ സഹായത്തോടെ എണീറ്റു നടക്കാറായി. ഇനി വീട്ടിൽ പോയി വിശ്രമിച്ചാൽ മതി. ഡിസ്ചാർജ് എഴുതിക്കൊണ്ട് ഡോക്ടർ പ്രകാശൻ പറഞ്ഞു. കുര്യാച്ചൻ മുതലാളി കയറി വന്നത് അപ്പോഴാണ്. നിനക്ക് സുഖമായോടാ? ആയി മുതലാളി. ഞാൻ കത്രീനയെ ബംഗ്ലാവിലോട്ട് പറഞ്ഞു വിടാൻ തുടങ്ങിയായിരുന്നു. എന്തിനാടാ?
ബില്ല് അടച്ചില്ല മുതലാളി. അതൊക്കെ ഞാൻ അടച്ചോളാം. പിന്നെ നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ മുതലാളി? ആകാംക്ഷയോടെ കുഞ്ഞച്ചൻ തിരക്കി. എടാ, കുറച്ച് വർഷം മുമ്പ് എൻ്റെ പറമ്പിൽ കുടികിടപ്പുകാരായി ഉണ്ടായിരുന്ന വീനസ് കുഞ്ഞിനെയും കൊച്ചമണിയെയും നീ ഓർക്കുന്നുണ്ടോ? അവരെ അങ്ങനെ മറക്കാൻ പറ്റുമോ മുതലാളി? അവരുടെ മകൻ വിക്ടറെ കൊന്നു കുഴിച്ചുമൂടാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. നീ അവനെ കൊക്കോ തോട്ടത്തിൽ കുഴിച്ചു മൂടിയതിനുള്ള പ്രതിഫലവും വാങ്ങി, ശരിയല്ലേ? അതെ മുതലാളി. കുഞ്ഞച്ചൻ അറിയാതൊന്ന് ഞെട്ടി. അവൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അവനാണ് ആൽബർട്ടിനെ കൊന്നത്, നിന്റെ കാലിന് വെട്ടിയത്. കുഞ്ഞച്ചൻ സ്തംഭിച്ചു പോയി. മരിച്ചവൻ എങ്ങനെയാടാ തിരിച്ചു വരുന്നത്? സത്യം നിനക്കറിയാം, പറഞ്ഞോ. ഇല്ലെങ്കിൽ നീ വീണ്ടും ഇവിടെ അഡ്മിറ്റ് ആകേണ്ടി വരും. കുര്യച്ചൻ്റെ മുഖഭാവം മാറിയത് കണ്ട് കുഞ്ഞച്ചൻ പേടിച്ചു പോയി. എല്ലാം കേട്ടുകൊണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു കത്രീന. തെറ്റുപറ്റിപ്പോയി മുതലാളി, ക്ഷമിക്കണം. കുഞ്ഞച്ചൻ കുനിഞ്ഞ് കുര്യാച്ചൻ്റെ കാല് പിടിക്കാൻ തുടങ്ങിയതും കുര്യാച്ചൻ കാല് വലിച്ചെടുത്തു. അന്ന് കൊക്കോ തോട്ടത്തിൽ വെച്ച് എന്താണുണ്ടായത്? എല്ലാം എനിക്കറിയണം. ഞാൻ എല്ലാ സത്യവും പറയാം മുതലാളി. കുഞ്ഞച്ചനെയും ഗുണ്ടകളെയും വിക്ടറിനെയും കൊക്കോ തോട്ടത്തിൽ ഇറക്കിയ ശേഷം ചന്ദ്രൻ തിരിച്ചുപോയി. ഗുണ്ടകൾ കുഴിവെട്ടാൻ തുടങ്ങി. വായും മുഖവും മൂടിക്കെട്ടി കൈകാലുകൾ ബന്ധിച്ച നിലയിൽ കിടക്കുകയായിരുന്നു വിക്ടർ. കുഞ്ഞച്ചൻ വിക്ടറിന്റെ വായും മുഖവും സ്വതന്ത്രമാക്കി. മങ്ങിയ നിലാവെളിച്ചത്തിൽ കുഴി വെട്ടുന്നത് കണ്ട് വിക്ടറിന് കാര്യം മനസ്സിലായി. കുഞ്ഞച്ചൻ ചേട്ടാ, വിക്ടർ വിളിച്ചു. എന്താടാ? കുഞ്ഞച്ചൻ ചേട്ടൻ സ്വന്തം ചേട്ടനെ പോലെ അല്ലായിരുന്നോ? ആ ചേട്ടനാണോ എന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത്? വിക്ടറിന് കരച്ചിൽ വന്നു. അത് കൊള്ളാം. എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട്. പണം കിട്ടിയാൽ ഞാൻ ഏത് ചെകുത്താനെയും കൊല്ലും. എന്നെ രക്ഷിക്കൂ കുഞ്ഞച്ചൻ ചേട്ടാ. ഞാനിനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുകൊണ്ട് എനിക്കെന്ത് ലാഭം? എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല തരാം, 2 പവനാ. അത് കൊള്ളാം. 2 പവൻ്റെ മാലയും കിട്ടും, മുതലാളിയുടെ വക രൂപയും കിട്ടും. കുഞ്ഞച്ചൻ സന്തോഷത്തോടെ ചിരിച്ചു. പിന്നെ അരയിൽ നിന്നും റമ്മിൻ്റെ കുപ്പിയെടുത്ത് അടപ്പ് തുറന്ന് വായിലേക്ക് കമഴ്ത്തി. ഒരു ധൈര്യത്തിനാ. വിക്ടർ പിന്നോട്ട് കെട്ടിയ കൈ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോൾ തോർത്തുമുണ്ടിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ കൈകൾ ഊരിയെടുത്ത് സ്വതന്ത്രമാക്കിയ ശേഷം കാലിലെ കെട്ടഴിച്ചു. കുഴി വെട്ടുന്നതിൽ ശ്രദ്ധിച്ചു നിന്ന കുഞ്ഞച്ചൻ്റെ മുതുകിന് കല്ലുകൊണ്ട് ഒറ്റയിടി. ഒരു നിലവിളിയോടെ കുഞ്ഞച്ചൻ വെട്ടിക്കൊണ്ടിരുന്ന കുഴിയിലേക്ക് വീണു. ആ നിമിഷം വിക്ടറിന് ധാരാളമായിരുന്നു. മഞ്ഞുമലയിലെ ഊടുവഴികൾ മുഴുവനും കാണാപ്പാടമായിരുന്ന അവൻ ഞാണിൽ നിന്നും തൊടുത്തുവിട്ട ശരം പോലെ ഇരുളിലേക്ക് പാഞ്ഞുപോയി. അന്ന് ഇതാണുണ്ടായത് മുതലാളി, കുഞ്ഞച്ചൻ പറഞ്ഞു നിർത്തി. നന്ദി കെട്ട വർഗം. ദേഷ്യത്തോടെ കുര്യാച്ചൻ മുറി വിട്ടിറങ്ങിപ്പോയി. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. സണ്ണിയും ഡേസി ചേച്ചിയും തിണ്ണയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീടിന് മുമ്പിൽ അരവിന്ദൻ്റെ ബൈക്ക് വന്നു നിന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ അരവിന്ദൻ സാറ് വരില്ല. സണ്ണി, ഒരു ദുഃഖവാർത്തയുണ്ട്. ബൈക്കിൽ നിന്നിറങ്ങിയ അരവിന്ദൻ പറഞ്ഞു. എന്താ സാറേ? ഉദ്യോഗത്തോടെ സണ്ണി അരവിന്ദനെ നോക്കി. റോസ്മേരി ആത്മഹത്യ ചെയ്തു. സണ്ണി വിശ്വാസം വരാത്ത മട്ടിൽ അരവിന്ദനെ നോക്കി. പിന്നെ ഡേസി ചേച്ചിയെയും ആഞ്ചലയെയും. ആ വാർത്ത വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു അവരും. ഫാനിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിച്ചു. പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയതുപോലെ അരവിന്ദൻ നിർത്തി. സണ്ണിയുടെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി. അതൊരു നീറ്റലായി ദേഹമാസകലം പടർന്നു. ശരീരത്തിന് തളർച്ച ബാധിച്ചവനെ പോലെ സണ്ണി അരഭിത്തിയിലേക്കിരുന്നു. അവൻ്റെ മനസ്സിലൂടെ റോസിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നുപോയി. ഇനി ഒരിക്കലും റോസിയുടെ സണ്ണിച്ച എന്ന വിളി താൻ കേൾക്കില്ല. ഒരിക്കൽ പോലും തനിക്ക് അവളെ വെറുക്കാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ ദുരന്തങ്ങൾക്കെല്ലാം കാരണം റോസിയാണെന്ന് പലരും കുറ്റപ്പെടുത്തിയിട്ടും മനസ്സിൻ്റെ കോണിൽ പോലും ഒരു നീരസം ഇന്നേ വരെ തോന്നിയിട്ടില്ല. അവളെക്കുറിച്ചുള്ള ചിന്ത സണ്ണിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. എൻ്റെ റോസി ഇപ്പം എവിടെയുണ്ട് സാറേ? അവൻ ഗദ്ഗതത്തോടെ അരവിന്ദനെ നോക്കി. അവൻ്റെ മുഖത്തു നിന്നും സണ്ണിക്ക് റോസിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അരവിന്ദന് മനസ്സിലായി. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സണ്ണി. പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? തൻ്റെ റോസിയുടെ ശരീരം കീറി മുറിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി അവന് കഴിയുമായിരുന്നില്ല. പെട്ടെന്നാണ് സണ്ണി ഡെൽനമോളെക്കുറിച്ച് ഓർത്തത്. അവൻ ചാടി എണീറ്റു. സാറേ, എനിക്കെൻ്റെ മോളെ കാണണം.
അവൾ അനാഥയാകാൻ പാടില്ല. പിടിവാശിക്കാരനെ പോലെ സണ്ണി പറഞ്ഞു. സണ്ണി, നീ സമാധാനപ്പെട്. നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ കിട്ടും. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റിയ സമയമല്ല. നീ ഒന്നടങ്ങ്. അരവിന്ദൻ സണ്ണിയെ പിടിച്ചിരുത്തി. സാറ്, എനിക്ക് അവസാനമായി എൻ്റെ റോസിയുടെ മുഖമൊന്ന് കാണണം. ഇനി ഒരിക്കലും എനിക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ. സണ്ണി കൊച്ചുകുട്ടിയെപ്പോലെ വിങ്ങിക്കരഞ്ഞു. അത് കണ്ട ആഞ്ചലിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. സണ്ണിച്ചായ ഇപ്പോഴും റോസി ചേച്ചിയെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാനോ അടിച്ചേൽപ്പിക്കാനോ പറ്റില്ലെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. വിഷമിക്കാതെ സണ്ണിച്ചായ, അവനെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം ആഞ്ചല പറഞ്ഞു. റോസിയുടെ വേർപാട് ഒരിക്കലും അവന് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവൾ തൻ്റെ സ്വന്തമായില്ലെങ്കിൽ പോലും ജീവനോടെ ഇരിപ്പുണ്ടല്ലോ എന്ന ആശ്വാസം മതിയായിരുന്നു സണ്ണിക്ക്. പക്ഷേ ഇപ്പോൾ മഞ്ഞുവയൽ പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് തൻ്റെ മാറിൽ തലവെച്ച് കിടന്ന് ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത റോസി. ശരീരവും മനസ്സും യാതൊരു പ്രതിഫലവും മോഹിക്കാതെ സന്തോഷത്തോടെ തനിക്ക് സമർപ്പിച്ച റോസി. ഒടുവിൽ തൻ്റെ സ്വന്തം രക്തത്തെ 10 മാസം ഗർഭം ധരിച്ച് നൊന്തു പ്രസവിച്ച റോസി. ശിക്ഷ കഴിഞ്ഞു വരുന്ന തനിക്ക് തരാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തൻ്റെ മോളെ കാത്തു സൂക്ഷിച്ച റോസി. അവൾ തന്നെ വിട്ടു പോയി. തൻ്റെ കുഞ്ഞിന് അമ്മയില്ലാതായി. ഓർക്കുംതോറും സണ്ണിയുടെ സങ്കടം വർദ്ധിച്ചു വന്നതേയുള്ളൂ. അരവിന്ദൻ്റെ ബൈക്കിന് പിന്നിൽ സണ്ണി കയറി. മേടയിൽ ബംഗ്ലാവിലും മുറ്റത്തും പരിസരത്തുമൊക്കെ നിറയെ ആളുകളായിരുന്നു. മുറ്റത്തിട്ട വലിയ പന്തലിനുള്ളിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശവപ്പെട്ടിക്കുള്ളിൽ നിത്യനിദ്രയിലാണ്ട് റോസ്മേരി. ആളുകൾക്കിടയിലൂടെ സണ്ണിയുടെ കൈ പിടിച്ചുകൊണ്ട് അരവിന്ദൻ പന്തലിലേക്ക് കയറി. അന്തരീക്ഷത്തിന് ചന്ദനത്തിരിയുടെ മണം. നിൽക്കവിടെ! സണ്ണി റോസിയുടെ ശവപ്പെട്ടിക്ക് അരികിലേക്ക് നീങ്ങിയതും പെട്ടെന്നൊരലർച്ച അവിടെ മുഴങ്ങി. ആളുകളെല്ലാം ഞെട്ടിത്തിരിഞ്ഞു. ആരെ കാണാനാടാ നീ വന്നത്? ജോയ്ക്കുട്ടി അകത്തു നിന്നും ഇറങ്ങി വന്നു. എൻ്റെ പെങ്ങളെ ശവപ്പെട്ടിക്ക് അകത്താക്കിയിട്ട് കാണാൻ വന്ന് നിൽക്കുന്നോ? ഇറങ്ങിപ്പോടാ! ജോയ്ക്കുട്ടി കലിപ്പോടെ സണ്ണിയെ പിടിച്ചു തള്ളാൻ വന്നതും അരവിന്ദൻ തടഞ്ഞു. എന്താ ജോയ്ക്കുട്ടി, ഈ സമയത്തെങ്കിലും ഒരല്പം മനുഷ്യത്വം കാണിച്ചൂടെ? അരവിന്ദൻ മന്ത്രിച്ചു. സാർ ഒന്നും പറയണ്ട. ഇവൻ റോസിയെ കാണണ്ട. ഇവനെ ഒറ്റൊരുത്തം കാരണമാ എൻ്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തത്. സാറിനറിയുമോ? ജോയ്ക്കുട്ടിയുടെ തൊണ്ടയിടറി. ജോയ്ക്കുട്ടി, സണ്ണിയെ മാത്രം കുറ്റക്കാരനായി നിങ്ങൾ വിധിക്കരുത്. നിനക്കും നിന്റെ പെങ്ങൾക്കും അവനെ കുറ്റക്കാരനാക്കിയതിൽ പങ്കില്ലേ? നിരപരാധിയായ അവനെ നിങ്ങൾ കൊലയാളിയാക്കിയില്ലേ? നിങ്ങളുടെ സഹോദരിയുടെ ജീവിതത്തെക്കാൾ നിങ്ങൾ അപ്പനും മകനും പണത്തെയും സ്ഥാനമാനങ്ങളെയും മോഹിച്ചു. അതിൻ്റെ ഫലമാണ് ഈ ശവപ്പെട്ടിയിൽ ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ലെന്ന് ജോയ്ക്കുട്ടിക്ക് പറയാൻ സാധിക്കുമോ? എങ്കിൽ ഈ നിമിഷം സണ്ണിയുമായി ഇവിടുന്ന് ഇറങ്ങിപ്പൊയ്ക്കോളാം. ഞാൻ വിളിച്ചിട്ടാണ് സണ്ണി വന്നത്. അരവിന്ദൻ ജോയ്ക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. മറുപടി പറയാൻ വാക്കുകൾക്ക് വേണ്ടി പരതുകയായിരുന്നു ജോയ്ക്കുട്ടി. സണ്ണി, റോസിയെ കണ്ടിട്ട് വാ. അരവിന്ദൻ അവൻ്റെ കയ്യിലെ പിടുത്തമിട്ടു. സണ്ണി വിറയ്ക്കുന്ന കാലടികളോടെ റോസിക്ക് അരികിലെത്തി. പിന്നെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ അന്ത്യചുംബനം. അവൾക്കുള്ള അവൻ്റെ അന്ത്യാഞ്ജലി പോലെ 2 തുള്ളിക്കണ്ണുനീർ അടർന്ന് റോസിയുടെ മുഖത്ത് വീണു. വാ പോകാം. അരവിന്ദൻ അവൻ്റെ കൈ പിടിച്ചതും സണ്ണി മുഖമുയർത്തി. നിമ്മിയുടെ കയ്യിലിരുന്ന് കരയുന്ന ഡെൽനെ മോളെ സണ്ണി കണ്ടു. സാറേ, എൻ്റെ മോള്. അതിനൊക്കെ സമയമുണ്ട്. ഇപ്പോഴല്ല സണ്ണി, വാ. അരവിന്ദൻ അവനെ ബലമായിട്ടെന്ന പോലെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. 1-2 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി മഞ്ഞുമല ബംഗ്ലാവിൽ അവർ ഒന്നുചേർന്നു. അരവിന്ദൻ, ജോയിക്കുട്ടി, കുഞ്ഞച്ചൻ, പിന്നെ മാധവനും. മുതലാളി, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്ന് നിർത്തും. മുമ്പിലിരുന്ന വാറ്റ് 69ൻ്റെ കുപ്പി കാലിയാക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞു. അരവിന്ദ് സാറേ, നമുക്ക് ഇന്ന് ചെറിയൊരു ഹണ്ടിങ് നടത്തിയാലോ? ജോയ്ക്കുട്ടി പറഞ്ഞു. വേട്ടയ്ക്കൊന്നും ഞാനില്ല ജോയ്ക്കുട്ടി. അതല്ല സാറേ, അരിപ്പാറ കയത്തിൽ നല്ല ഒന്നാന്തരം വാളയുണ്ട്. 2 എണ്ണം കത്തിച്ചിട്ടാ മദ്യത്തിന് പൊരിച്ചടിക്കാൻ നല്ല സാധനമാണ്. കുറേ നാളായി ആറ്റുവാള തിന്നിട്ട്. പണ്ടൊക്കെ ഞാനും കുഞ്ഞച്ചനും മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു. ജോയ്ക്കുട്ടി എല്ലാവരെയും മാറി മാറി നോക്കി. തോട്ട പൊട്ടിക്കാനാണോ? അരവിന്ദ് ചോദിച്ചു. പിന്നല്ലാതെ, ആവശ്യത്തിനുള്ള തോട്ടയൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ ഞാൻ റെഡി. ഞങ്ങൾ വരാം. കുറേ ദിവസമായി ഇതിനകത്തിരുന്ന് ബോറടിക്കാൻ തുടങ്ങി. മാധവൻ കുഞ്ഞച്ചനെ നോക്കി. ആ സമയം ഇരുളിലൂടെ ഒരു താടിക്കാരൻ ബംഗ്ലാവിന് പിന്നിലെത്തി. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അയാൾ അകത്തേക്ക് നോക്കി.
തീറ്റയും കുടിയുമായി 4 പേർ നിരന്നിരിക്കുന്നത് താടിക്കാരൻ കണ്ടു. അവർ പറയുന്നത് അയാൾ ശ്രദ്ധിച്ചു. അപ്പോഴാണ് മാധവൻ എണീറ്റത്. ഇവനോ? മാധവന്റെ മുഖം കണ്ടതും താടിക്കാരൻ തീ കൊണ്ട് കുത്തിയതുപോലെ ഞെട്ടിപ്പോയി. 4 സംഘം തീറ്റയും കുടിയും മതിയാക്കി എണീറ്റു. തോട്ടം നിറച്ച ബാഗ് കുഞ്ഞച്ചനെടുത്ത് തോളിലിട്ടു. വാതിലടച്ച് പൂട്ടിയിട്ട് അവർ 540 ജീപ്പിൽ കയറി. ഞാൻ ഓടിക്കാം, നിങ്ങളൊക്കെ നല്ല ഫിറ്റാ, അരവിന്ദൻ പറഞ്ഞു. അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ചാവി വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ജീപ്പ് മഞ്ഞുമലയിൽ നിന്നും ചുരമിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ജീപ്പിന് മുകളിൽ ആ താടിക്കാരൻ മലർന്നു കിടപ്പുണ്ടായിരുന്നു. അരമണിക്കൂർ കൊണ്ട് ജീപ്പ് അരിപ്പാറക്കയത്തിന് 1 ഫർലോങ് ഇപ്പുറം റോഡിൽ നിന്നു. എല്ലാവരും ജീപ്പിൽ നിന്നിറങ്ങി. മങ്ങിയ നിലാവെളിച്ചത്തിൽ 4 സംഘം ഒറ്റയടി പാതയിലൂടെ മുമ്പോട്ട് നീങ്ങി. അവർ പുഴയിറമ്പിലെത്തി. നിലാവിൽ പുഴയിലെ വെള്ളം പാൽപ്പത പോലെ തിളങ്ങി. 2 ദിവസം തീറ്റയിട്ട് പൊട്ടിച്ചാലേ വല്ലതും കിട്ടൂ, ജോയ്ക്കുട്ടി പറഞ്ഞു. നമുക്ക് കിട്ടുന്നത് മതി, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനൊന്നുമല്ലല്ലോ മുതലാളി, കുഞ്ഞച്ചൻ പിന്താങ്ങി. അവൻ ബാഗ് തുറന്ന് തോട്ടയെടുത്ത് തയ്യാറാക്കി. കുഞ്ഞച്ച, സൂക്ഷിച്ച്, ജോയ്ക്കുട്ടി മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഒരു നിഴൽ അവർക്ക് പിന്നിൽ പാറയ്ക്ക് പിന്നിലായി സ്ഥാനം പിടിച്ചു. അയാൾ ഷർട്ടിനുള്ളിൽ നിന്നും ഒരു വടിവാൾ വലിച്ചെടുത്തു. അതിൻ്റെ വായ്ത്തല ഇരുളിൽ സ്ഫടികം പോലെ തിളങ്ങി. കുഞ്ഞച്ചൻ ലൈറ്റർ ഉരച്ച് തോട്ടയുടെ അറ്റത്തുള്ള തിരിക്ക് തീ കൊളുത്തി. തീ പടർന്നു പിടിച്ചതും തോട്ട കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയം താടിക്കാരൻ അവർക്ക് പിന്നിലേക്ക് വന്നു. ഭൂമി കുലുങ്ങുമാറ് തോട്ട പൊട്ടിയതും താടിക്കാരൻ്റെ കയ്യിലിരുന്ന വടിവാൾ ജോയിക്കുട്ടിയുടെ നെഞ്ചിനടിഭാഗത്ത് തുളഞ്ഞു കയറിയതും ഒന്നിച്ചായിരുന്നു. അയ്യോ അമ്മേ! ഒരു നിലവിളിയോടെ ജോയിക്കുട്ടി വെള്ളത്തിലേക്ക് വീണു. തിരിഞ്ഞു നോക്കിയ മാധവന്റെ വയറ്റിലും വടിവാൾ തുളഞ്ഞിറങ്ങി. താടിക്കാരൻ വാൾ വലിച്ചെടുത്തപ്പോൾ കൊഴുത്ത ചോര പുറത്തേക്ക് ചീറ്റി. ഹൃദയം പിളർക്കുന്ന നിലവിളിയും ആരോ വെള്ളത്തിൽ വീഴുന്ന ശബ്ദവും കേട്ട് തിരിഞ്ഞു നോക്കിയ അരവിന്ദൻ കാലുകൾക്ക് വിലങ്ങിട്ട പോലെ തറഞ്ഞു നിന്നുപോയി. വയറു പിളർന്ന മാധവൻ മരണവെപ്രാളത്തോടെ പിടയുന്നത് അരവിന്ദൻ കണ്ടു. വെള്ളത്തിലേക്ക് വീണ ജോയിക്കുട്ടിയെ പിടിക്കാൻ കുഞ്ഞച്ചൻ എടുത്തു ചാടി. നിലാവെളിച്ചത്തിൽ വെള്ളത്തിൽ രക്തം പടരുന്നത് ഉൾക്കിടിലത്തോടെ കുഞ്ഞച്ചൻ കണ്ടു. ജോയ്ക്കുഞ്ഞെ, ജോയ്ക്കുഞ്ഞെ! വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയ ജോയ്ക്കുട്ടിയെ 4 പാടും തിരഞ്ഞുകൊണ്ട് കുഞ്ഞച്ചൻ നിലവിളിച്ചു. ജലോപരിതലത്തിൽ വലിയൊരു ഓളം സൃഷ്ടിച്ചുകൊണ്ട് ജോയ്ക്കുട്ടി ഉയർന്നു വന്നു. ഒരിറ്റ് ശ്വാസത്തിനായി അവൻ പുളഞ്ഞു. കുഞ്ഞച്ചൻ ചാടി ജോയ്ക്കുട്ടിയെ പിടിച്ചു. അരവിന്ദൻ സാറേ, ഒന്ന് സഹായിക്ക്, കുഞ്ഞച്ചൻ വിളിച്ചു പറഞ്ഞു. അരവിന്ദൻ ഞെട്ടലിൽ നിന്നും മുക്തി നേടി ഓടി വന്നു. വെള്ളത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞച്ചൻ ജോയ്ക്കുട്ടിയെ പിടിച്ചു പൊക്കി. അരവിന്ദൻ അവൻ്റെ കക്ഷത്തിലൂടെ കൈയിട്ട് ശരീരം മുകളിലേക്ക് ഉയർത്തി. കുഞ്ഞച്ചൻ താഴെ നിന്നും തള്ളിക്കൊടുത്തു. വളരെ ആയാസപ്പെട്ട് അരവിന്ദൻ ജോയ്ക്കുട്ടിയെ പാറപ്പുറത്ത് കിടത്തി. അവൻ്റെ നെഞ്ചിൽ നിന്നും ചാടിയ കൊഴുത്ത രക്തം പാറപ്പുറത്ത് പടർന്നു. ഒരു ഞരക്കത്തോടെ ജോയ്ക്കുട്ടിയുടെ ശിരസ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. കുഞ്ഞച്ചനും അരവിന്ദനും മുഖാമുഖം നോക്കി. കുഞ്ഞച്ച, ആരാ ഇവരെ വെട്ടിയത്? ആരോ ഓടിപ്പോകുന്നത് കണ്ടു, ആരാണെന്ന് മനസ്സിലായില്ല, ഭീതിയോടെ കുഞ്ഞച്ചൻ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ? കുഞ്ഞച്ച, ഇവരെടുത്ത് ജീപ്പിൽ കയറ്റണം, ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാം, എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ. അരവിന്ദൻ അർദ്ധോക്തിയിൽ നിർത്തി. പിന്നെ ഇരുവരും ഓരോരുത്തരെടുത്ത് തോളിലിട്ട് ജീപ്പ് കിടക്കുന്നിടത്തേക്ക് നടന്നു. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് ആശുപത്രിക്ക് തൊട്ടപ്പുറത്തുള്ള ക്വാർട്ടേഴ്സിൽ ചെന്ന് ഡോക്ടർ പ്രകാശനെ കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ ജോയിക്കുട്ടിയെയും മാധവനെയും പരിശോധിച്ചു. സോറി അരവിന്ദൻ, അവർ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു, വിഷമത്തോടെ ഡോക്ടർ പറഞ്ഞു. രാവിലെ വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരിൽ ചിലർ മുറ്റത്ത് മാറി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശേഖര, എൻ്റെ കുടുംബത്തിൻ്റെ തായ്വേരും മറുത്തിട്ടേ അവൻ പിന്മാറുകയുള്ളൂ. താനൊക്കെ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് മീശ ഉറപ്പിച്ച് എന്തിനാണോ പോലീസാണെന്നും പറഞ്ഞ് നടക്കുന്നത്? നിരപരാധികളെ ഉരുട്ടിക്കൊല്ലാനാണോ? കുര്യച്ച, ഈ വിക്ടർ ആരാണ്? അയാൾക്ക് എന്താണ് താങ്കളുടെ കുടുംബത്തോട് ഇത്ര പക? ഇതിൻ്റെ ഉത്തരം കിട്ടാതെ ഞാൻ എവിടുന്ന് തുടങ്ങണം? സാധാരണ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടാവണമെന്നില്ല. തലയിൽ നിന്നും ക്യാപ്പൂരി ശേഖരൻ കുര്യാച്ചനെതിരെ കിടന്ന സെറ്റിയിലിരുന്നു. ശേഖര, വിക്ടർ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താനവൻ്റെ വേണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ലടോ, തന്നെപ്പോലും. എൻ്റെ ഭാര്യയെ കൊന്നവനെ കൊണ്ട് എൻ്റെ മകളെ താലികെട്ടിച്ചാനല്ലേ താൻ? കുര്യാച്ചൻ ശോഭത്തോടെ ശേഖരനെ നോക്കി.
അവരുടെ സംസാരം കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അരവിന്ദ് നിൽപ്പുണ്ടായിരുന്നു. കുര്യച്ചൻ ഒന്ന് മനസ്സിലാക്കണം. ആൽബർട്ട് എൻ്റെ സുഹൃത്തായിരുന്നു. ഞാനാണ് അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതും മകൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചതും. നിങ്ങൾക്കും അത് ഇഷ്ടമായിരുന്നു. അവനൊരു കയ്യബദ്ധം പറ്റിയപ്പോൾ എന്നോട് സത്യാവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ അവനെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓർക്കാപ്പുറത്ത് നിരപരാധിയായി സണ്ണി ഇടയിൽ കയറി വന്നത് എൻ്റെ കുറ്റം കൊണ്ടാണോ? നിങ്ങളെല്ലാവരും അവനെ കുറ്റവാളിയാക്കാനാണ് ഉത്സാഹിച്ചത്. ആർക്കും സത്യാവസ്ഥ അറിയണമെന്നില്ലായിരുന്നു. സണ്ണിക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ശടിച്ചു. അതിന് എത്ര ലക്ഷം വേണമെങ്കിലും ചിലവഴിക്കാനും തയ്യാറായി. പടിക്കൽ വന്ന മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. എൻ്റെ അപ്പൻ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സണ്ണിയെ കുറ്റവാളിയാക്കിയത്. അല്ലാതെ കുര്യാച്ചന് പറയാൻ സാധിക്കുമോ? ആ വേലക്കാരി കോടതിയിൽ സാക്ഷി പറഞ്ഞ ഞാനും താനുമൊക്കെ തൂങ്ങിലിടൂ. ഇല്ല കുര്യാച്ച, കക്കാൻ പഠിച്ച നിൽക്കാനും ശേഖരനറിയാം. സീതമ്മയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇനി ഒരിക്കലും ആ സത്യം പുറത്തു വരില്ല. കുര്യാച്ചൻ ഞെട്ടലോടെ ശേഖരനെ നോക്കി. ശേഖരൻ ഒന്ന് പുഞ്ചിരിച്ചു. അരവിന്ദൻ, താങ്കൾ ആൽബർട്ടിനെയും മാധവനെയും കുത്തിവീഴ്ത്തിയ കൊലയാളിയെ കണ്ടോ? ശേഖരൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടന്നു. ഞാൻ കണ്ടില്ല സർ. പക്ഷേ കുഞ്ഞച്ചൻ താടിയും മുടിയും നീട്ടിയ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു. ഞാൻ പറഞ്ഞില്ല ശേഖര, അതവൻ തന്നെയാ, വിക്ടർ. കുര്യച്ച, വിക്ടർ ആരാണെന്നുള്ള എൻ്റെ ചോദ്യത്തിന് താങ്കൾ ഇതുവരെ മറുപടി പറഞ്ഞില്ല. തരാമിടൂ, ഇനി അതറിയാനായിട്ട് താൻ തലമുണ്ടാക്കണ്ട. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പറമ്പിലെ കുടിക്കിടപ്പുകാരായിരുന്നു ഈനസുകുഞ്ഞും കൊച്ചമണിയും. അവരുടെ മകനാണ് വിക്ടർ. 20 വർഷം മുമ്പ് ഒരു ക്രിസ്തുമസിൻ്റെ അന്ന് അവൻ എൻ്റെ സഹോദരിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ആ കുടുംബത്തെ ഞാൻ തല്ലിയിറക്കി പറഞ്ഞു വിട്ടു. പിന്നെ ഇതുവരെ അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു, ഇവൻ പ്രത്യക്ഷപ്പെടുന്നത് വരെ. അതിൻ്റെ പ്രതികാരമായിട്ടാണോ ഈ കൊലപാതകങ്ങൾ എന്നാണോ കുര്യാച്ചൻ പറയുന്നത്? തീർച്ചയായും. കുര്യാച്ചൻ മുതലാളി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. കണ്ണടച്ചാൽ കുത്തേറ്റ് പിടയുന്ന ജോയിക്കുട്ടിയുടെ മുഖമാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ കുര്യാച്ചൻ എണീറ്റിരുന്നു. തൻ്റെ ഇതുവരെയുള്ള പ്രവൃത്തികളുടെ പാരിതോഷികങ്ങൾ ഒന്നൊന്നായി കിട്ടാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് കുര്യാച്ചന് തോന്നി. ആദ്യം സണ്ണി, ഇപ്പോൾ വിക്ടർ. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ദൈവത്തിന് നിരക്കാത്ത പലതും ചെയ്തു. എല്ലാം തൻ്റെ മോനും മോൾക്കും വേണ്ടിയായിരുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പോഴെവിടെ? റീത്താമ്മ, ജോയിക്കുട്ടി, റോസിമോൾ, ആൽബർട്ട് എല്ലാവരും തന്നെ വിട്ടുപോയി. ഒരു പേക്കിനാവ് കാണുന്നത് പോലെ കുര്യാച്ചൻ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. പിന്നെ ഒരു ലാർജ് കൂടി ഒഴിച്ച് വായിലേക്ക് കമിഴ്ത്തി. ദുരന്തങ്ങളുടെ ബാക്കി പത്രം അനുഭവിക്കാൻ താൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഡെൽനമോളുടെ കരച്ചിൽ നിശബ്ദതയെ ഭഞ്ചിച്ചു. കുര്യാച്ചന് റോസിമോൾ ഓർമ്മ വന്നു. തൻ്റെ മോൾ പ്രാണനെ പോലെ സ്നേഹിച്ച സണ്ണിയെ താൻ അഭിമാനത്തിൻ്റെ പേരിൽ ചങ്ക് വലിച്ചു പറിച്ചെടുക്കുന്നത് പോലെ മോളിൽ നിന്നും അടർത്തിയെടുത്തു. എന്നിട്ടോ അവളുടെ മമ്മിയുടെ കൊലയാളിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കേണ്ടി വന്നു. ഒക്കെ റോസിമോളുടെ നല്ല ഭാവിയെ കരുതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിരപരാധിയായ കുഞ്ഞ് അനാഥയായി. കുര്യാച്ചന് ഒന്നുറക്കെ പൊട്ടിക്കരയണമെന്ന് തോന്നി. ഒരാശ്വാസവാക്ക് പറയാൻ പോലും ആരുമില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് ഒരിക്കൽ പുല്ലന്തറയച്ചൻ പറഞ്ഞത് കുര്യാച്ചൻ ഓർമ്മിച്ചു. കുര്യാച്ചൻ എണീറ്റ് മുറിയിൽ 2 ചാൽ നടന്നു. പിന്നെ മേശവലിപ്പ് തുറന്ന് 4ആയി മടക്കിയ ഒരു കടലാസ് എടുത്ത് നിവർത്തി. എൻ്റെ ഡാഡിക്ക്. സണ്ണിച്ചനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഡാഡി ഞങ്ങളെ ജീവിക്കാനല്ല ദ്രോഹിക്കാനാണ് ശ്രമിച്ചത്. നിരപരാധിയായ എൻ്റെ സണ്ണിച്ചൻ ഞാൻ കാരണം കൊലയാളിയായി, ജയിലിലുമായി. പക്ഷേ പണത്തിനും അഭിമാനത്തിനും വേണ്ടി എന്തിനും തയ്യാറായ ഡാഡി ഒരു കാര്യം മറന്നുപോയി. ഡാഡിയുടെ മകൾ ഒരു സാധാരണ പെണ്ണാണെന്ന്. അവൾക്കും ജീവിക്കാൻ ഒരു പുരുഷൻ്റെ സംരക്ഷണവും സ്നേഹവും വേണമെന്ന്. അത് വില കൊടുത്ത് വാങ്ങാൻ കിട്ടില്ലല്ലോ ഡാഡി. ഇനി ഡാഡി വിശ്വസിക്കാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഡെൽനമോളുടെ പപ്പ സണ്ണിച്ചനാണ്. ഞാൻ മരിക്കുന്ന ആ നിമിഷം വരെ മനസ്സിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനമായിരുന്നു സണ്ണിച്ചന്. എൻ്റെ മമ്മിയുടെ കൊലയാളിയുടെ ഭാര്യയായി ഇനിയൊരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് വയ്യല്ലോ ഡാഡി. ഒരു അപേക്ഷയുണ്ട്. സണ്ണിച്ചനെ ഇനിയും വേട്ടയാടരുത്. എന്നെ സ്നേഹിച്ചു പോയെന്ന ഒരൊറ്റ തെറ്റേ ആ പാവം ചെയ്തിട്ടുള്ളൂ. ഡാഡി ഇപ്പോഴും ഈ മോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി സാധിച്ചു തരണം.
റോസിമോളുടെ അന്ത്യാഭിലാഷമായി കരുതിയാൽ മതി. എൻ്റെ മോൾ അനാഥയാകരുത് ഡാഡി. അവളുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്. മോളെ സണ്ണിച്ചനെ ഏൽപ്പിക്കണം. പോട്ടെ ഡാഡി. ഇനിയെങ്കിലും എൻ്റെ ഡാഡിക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഡാഡിയുടെ സ്വന്തം റോസിമോൾ. ഒന്ന് രണ്ട് ആവർത്തി കുര്യച്ചൻ കത്ത് വായിച്ചു. മിക്ക ദിവസവും റോസിമോൾ എഴുതിയ കത്തെടുത്ത് കുര്യച്ചൻ വായിക്കും. പിന്നെ കുറച്ചു നേരം ചിന്തിച്ചിരിക്കും. മോള് പറഞ്ഞതാണ് സത്യം. ഡെൽമോൾ അനാഥയാകരുത്. മോളെ സണ്ണിച്ചിന് കൊടുക്കണം. എൻ്റെ റോസിമോളുടെ ഒരാഗ്രഹമെങ്കിലും എനിക്ക് സാധിച്ചു കൊടുക്കണം. താഴെ വഴിയിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നത് കണ്ട് സണ്ണി എണീറ്റു. മേടയിലെ ജീപ്പാണല്ലോ, സണ്ണി സംശയത്തോടെ പറഞ്ഞു. ജീപ്പിൽ നിന്നും ഈട്ടിപ്പാറ കുഞ്ഞച്ചനിറങ്ങി. ഇനി എന്ത് പ്രശ്നമുണ്ടാക്കാനാണോ അവൻ്റെ വരവ്? വറീതേട്ടൻ പകപ്പോടെ സണ്ണിയെ നോക്കി. കുഞ്ഞച്ചൻ മുറ്റത്തേക്ക് കയറി വന്നു. എന്താ കുഞ്ഞച്ച, വഴക്കുണ്ടാക്കാൻ വന്നതാണോ നീ? വറീതേട്ടൻ തിണ്ണയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. സണ്ണിയോട് ബംഗ്ലാവിൽ ചെല്ലാൻ കുര്യച്ചൻ മുതലാളി പറഞ്ഞു. വറീതേട്ടനും സണ്ണിയും കൂടി നെല്ലിപ്പൊയിൽ ചെന്ന് തങ്കൻ്റെ ഓട്ടോ വിളിച്ച് മേടയിൽ ബംഗ്ലാവിലേക്ക് ചെന്നു. കയറി വാ, കുര്യച്ചൻ പറഞ്ഞു. വറീതേട്ടനും സണ്ണിയും സിറ്റൗട്ടിൽ കയറി. സണ്ണി, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. കുര്യച്ചൻ മുഖവരിയോടെ സണ്ണിയെ നോക്കി. കുര്യച്ചൻ പറയാൻ പോകുന്നത് എന്താണെന്ന ആകാംക്ഷയിലായിരുന്നു സണ്ണി. നീ അവിടെ ഇരിക്ക്. സണ്ണി കസേരയിലിരുന്നു. വറീദേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം താനും കൂടി കേൾക്കണം. കഴിഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ റോസിമോക്ക് ഇവനെ ഇഷ്ടമായിരുന്നു, ഇവനും. പക്ഷേ അത് കാണാനുള്ള കണ്ണ് എനിക്കില്ലാതെ പോയി. അതിനുള്ള ശിക്ഷയും ദൈവം എനിക്ക് തന്നു. എൻ്റെ 2 മക്കളും എന്നെ തനിച്ചാക്കിയിട്ട് പോയി. കുര്യാച്ചനൊന്ന് നിർത്തി, ശ്വാസം കഴിക്കാനെന്ന പോലെ. പിന്നെ അവരെ മാറി മാറി നോക്കി. എന്നിട്ട് തുടർന്നു. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൾ എല്ലാം എന്നോട് പറഞ്ഞു. സണ്ണിയല്ല റീതാമ്മയെ കൊന്നതെന്ന സത്യം. മാത്രമല്ല, റോസിമോൾ എനിക്കൊരു കത്ത് എഴുതി വെച്ചിരുന്നു. അതിലെല്ലാം വിശദമായി എഴുതിയിരുന്നു. അവളുടെ പൊന്നുമോളെ അനാഥയായി വളർത്തരുതെന്ന്. മോളുടെ പപ്പ ആയ സണ്ണിക്ക് അവളെ വിട്ടുകൊടുക്കണമെന്ന്. ഞാൻ 2-3 ദിവസമായി അതേക്കുറിച്ചായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ ഞാനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഡെല്ലമോളെ അവളുടെ പപ്പയെ ഏൽപ്പിക്കാൻ. എൻ്റെ റോസിയുടെ അന്ത്യാഭിലാഷമെങ്കിലും എനിക്ക് നടത്തി കൊടുക്കണം. അല്ലെങ്കിൽ അവളുടെ ആത്മാവ് പോലും എന്നോട് ക്ഷമിക്കില്ല. കുര്യച്ചൻ്റെ തൊണ്ടയിടറി. സണ്ണി തീരെ പ്രതീക്ഷിക്കാത്ത വാർത്തയായിരുന്നു അത്. അവനും ത്രില്ലടിച്ച് നിൽക്കുകയായിരുന്നു. സണ്ണി എന്തു പറയുന്നു? എനിക്ക് 100 വട്ടം സമ്മതമാ. എൻ്റെ മോളെ കൊതി തീരെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല ഞാൻ. വികാരാധിക്യത്താൽ സണ്ണിക്ക് വാക്കുകൾ മുട്ടി. കത്രീനെ, മോളെ ഇങ്ങോട്ട് കൊണ്ടുവാ, കുര്യച്ചൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. സണ്ണി ഉദ്യോഗത്തോടെ വാതിൽക്കിലേക്ക് നോക്കിയിരുന്നു. അവൻ്റെ ഹൃദയം പെരുമ്പറ കൂട്ടുകയായിരുന്നു. വേലക്കാരി കത്രീന ഡെൽനമോളെ എടുത്തുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നു. മോളെ സണ്ണിയുടെ കയ്യിലേക്ക് കൊടുക്കുക കത്രീനെ. കത്രീനയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുന്നത് പോലെ സണ്ണി മോളെ വാങ്ങിച്ചു. എൻ്റെ പൊന്നു മോളെ. സണ്ണി ആ കുഞ്ഞു കവിളിൽ മാറി മാറി ഉമ്മ വെച്ചു. എന്താ അങ്കിളെ ഈ കാണിക്കുന്നേ? ഡെൽനമോൾ ഈർഷ്യയോടെ തല കുടഞ്ഞു. ഈ അങ്കിളാ ഇന്നു മുതൽ മോളുടെ പപ്പ, കുര്യച്ചൻ പറഞ്ഞു. അയ്യേ, ഈ അങ്കിളോ? എൻ്റെ പപ്പ മരിച്ചു പോയല്ലോ. ഈ ഡാഡിക്ക് ഒന്നും അറിയില്ല. മോള് വാ, നമുക്ക് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ വരുന്നില്ല, ഡെൽനമോൾ ചിണുങ്ങി. അങ്കിള് മോക്ക് ഐസ്ക്രീമും ബലൂണും ഒക്കെ വാങ്ങിച്ചു തരാമല്ലോ. എന്താ, വരാമോ? മോൾ കുറച്ചു നേരം ആലോചിച്ചു നിന്നു. പിന്നെ പറഞ്ഞു, വരാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അങ്കിൾ എന്നെ കൊണ്ടുവന്ന് വിടണം. വിടാം. എന്നാ പോകാം അങ്കിളെ. സണ്ണി മോളെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് എണീറ്റു. സണ്ണി, നീ ഇടയ്ക്ക് മോളെ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കാണുമ്പോൾ എൻ്റെ റോസി മോളില്ലാത്ത ദുഃഖം ഞാൻ മറക്കും. അതിനു വേണ്ടിയിട്ടാ. പൊയ്ക്കോ, കുര്യച്ചൻ പറഞ്ഞു. സണ്ണിയും വറീതേട്ടനും മോളുമായി വന്ന് ഓട്ടോയിൽ കയറി. എന്താ സണ്ണിച്ച മോളുമായി? പറയാമടെ തങ്കച്ച, നീ വണ്ടി വിട്, ആഹ്ലാദത്തോടെ സണ്ണി പറഞ്ഞു. വറീതേട്ടൻ സണ്ണിയെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നേ പിന്നെ സണ്ണിയെ ഇത്രയും സന്തോഷത്തോടെ കണ്ടിട്ടില്ല. അങ്കിളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് ഡെൽനമോൾ ചോദിച്ചു.
അങ്കിളും ഒരാൻറ്റിയും. ഈ അപ്പൂപ്പൻ്റെ വീട്ടിലോ? വറീദേട്ടനെ നോക്കി ഡെൽന കൈ ചൂണ്ടി. ഈ അപ്പൂപ്പനും പിന്നെ ഒരാൻറ്റിയും. സണ്ണിയുടെ പറച്ചിൽ കേട്ട് വറീദേട്ടൻ ചിരിച്ചുപോയി. സണ്ണിയിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞ ആഞ്ചല കുറേ കാലം കാണാതിരുന്ന സ്വന്തം കുഞ്ഞിനെ കാണുന്ന അമ്മയെപ്പോലെ സണ്ണിയുടെ കയ്യിൽ നിന്നും ഡെൽന മോളെ റാഞ്ചിക്കൊണ്ടുപോയി. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആഞ്ചല മോളുമായി ചങ്ങാത്തത്തിലായി. മോളു എന്നെ എന്താ വിളിക്കുക? ആരും കേൾക്കാതെ ആഞ്ചല ചോദിച്ചു. ആൻറ്റീന്ന് മോള് പറഞ്ഞു. ആൻറ്റി അല്ല, ഇന്നു മുതൽ ഞാനാ മോളുടെ മമ്മി. ഈ ആൻറ്റിക്ക് ഒന്നും അറിയില്ല. എൻ്റെ മമ്മി മരിച്ച് സ്വർഗത്തിൽ പോയില്ല ആൻറ്റി. അത് സ്വർഗത്തിൽ പോയ മമ്മി, ഇത് ജീവിച്ചിരിക്കുന്ന മമ്മി. മമ്മീന്ന് ഒന്ന് വിളിക്കാമോടി ചക്കരെ? ചോക്ലേറ്റ് വാങ്ങി തരുമോ? തരും. ഒരുപാട് 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 വാങ്ങിച്ചു തരാം. എന്താ പോരെ? മമ്മി. ഡെൽനമോൾ ആഞ്ചലയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. എൻ്റെ ചക്കരെ. ആഞ്ചല കുഞ്ഞിനെ വാരിയെടുത്ത് കവിളിൽ മൊത്തി. അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. ആ കാഴ്ച കണ്ടുവന്ന സണ്ണി ഉൾപ്പുളകത്തോടെ ആഞ്ചലയെ നോക്കി. പിന്നെ അവളെയും കുഞ്ഞിനെയും തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പുറത്തെ മുറിയിൽ നിന്നും സണ്ണിയുടെ കൂർക്കംവലി ഉയർന്നു. ആരോ വാതിലിൽ തട്ടുന്നത് കേട്ട് ഡെയ്സി എണീറ്റു. ആരാ? ഡെയ്സി തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഞാനാ ഡെയ്സി, വാതിൽ തുറക്ക്. പരിചയമുള്ള ശബ്ദം പോലെ. പുറത്തെ ലൈറ്റിട്ട ശേഷം ഡെയ്സി വാതിൽ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന താടിക്കാരനെ കണ്ട് ശവക്കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന പ്രേതത്തെ കണ്ടതുപോലെ ഡെയ്സി നിലവിളിച്ചു പോയി. ഡാഡി, ഞാൻ പോയി വരട്ടെ. നിമ്മി കുര്യച്ചനോട് യാത്ര ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. കുര്യാച്ചൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. മോളെ, എൻ്റെ ജോയിക്കുട്ടിയുടെ കുഞ്ഞിനെ കാണാൻ ഡാഡി വരും. അവളുടെ തോളത്ത് തട്ടിക്കൊണ്ട് കുര്യച്ചൻ മന്ത്രിച്ചു. നിമ്മി തിരിഞ്ഞു നോക്കി. കത്രീനയും കുഞ്ഞച്ചനും ഒരു ശില പോലെ കാർപോർച്ചിൽ നിൽപ്പുണ്ടായിരുന്നു. നിമ്മി അവളുടെ പപ്പായ്ക്കും മമ്മിക്കുമൊപ്പം കാറിൽ കയറി. കുര്യച്ച, ഞങ്ങൾ വരട്ടെ, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങണം. സ്റ്റീഫൻ കൈവീശി. കുര്യച്ചൻ തലകുലുക്കി അവർക്ക് യാത്രാനുമതി നൽകി. കാർ മുമ്പോട്ടെടുത്തതും നിമ്മി എല്ലാവരെയും നോക്കി യാന്ത്രികമായി കൈവീശി. 5 വർഷങ്ങൾക്ക് മുമ്പ് മേടയിൽ ജോയിക്കുട്ടിയുടെ വധുവായി ഈ ബംഗ്ലാവിലേക്ക് വലതുകാൽ വെച്ച് താൻ കയറി വന്ന രംഗം നിമ്മി ഓർത്തു. ഇപ്പോൾ ഒരനാഥയെപ്പോലെ താൻ ഇവിടം വിട്ടുപോവുകയാണ്. അന്നില്ലാത്തൊരാശ്വാസം മനസ്സിലുള്ളത് തൻ്റെ വയറ്റിൽ ഇച്ചായൻ്റെ കുഞ്ഞു ജീവൻ വളരുന്നുവെന്നതാണ്. അവൻ എങ്ങനെയായിരിക്കും? തൻ്റെ ഇച്ചായനെ പോലെ ആയിരിക്കുമോ? കാറിൻ്റെ പിൻസീറ്റിലേക്ക് തല ചായ്ച്ച് നിമ്മി കണ്ണുകൾ ഇറുകെ അടച്ചു. അന്ന് CI ശേഖരൻ തമ്പി വീട്ടിലെത്താൻ കുറച്ച് വൈകി. 3-4 ദിവസമായി ശേഖരൻ ലീവിലാണ്. ഭാര്യയും ഏക മകളും ഒരാഴ്ചയായി ഭാര്യ വീട്ടിലാണ്. അതുകൊണ്ട് ബാറിലൊക്കെ കയറി ഇറങ്ങി അല്പം താമസിച്ചാണ് ശേഖരൻ്റെ വരവ്. തിരക്കിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇരുനില വീട്ടിലാണ് ശേഖരൻ്റെ താമസം. വാടക വീടാണ്. കുര്യാച്ചനാണ് വീട് ശരിയാക്കി കൊടുത്തത്. പാൻറ് ഷർട്ട് മാറ്റി ലുങ്കിയും ബനിയനും ധരിച്ചുകൊണ്ട് ശേഖരൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ഫ്രിഡ്ജും തുറന്ന് ഐസ് വാട്ടറിൻ്റെ കുപ്പി എടുത്ത് വായിലേക്ക് കമിഴ്ത്തി. മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ വന്നതുപോലെ. ശേഖരൻ TV ഓൺ ചെയ്തു. ഏഷ്യാനെറ്റിൽ 6:30 വാർത്ത തുടങ്ങിയിരുന്നു. പ്രധാന വാർത്തകൾ കണ്ട ശേഷം TV ഓഫ് ചെയ്തു. ശേഖരൻ എണീറ്റ് 2ാം നിലയിലേക്ക് പോയി. അവിടെ ശേഖരന് ഒരു മിനി ജിംനേഷ്യമുണ്ട്. രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കുന്ന പതിവ് ശേഖരൻ ഇപ്പോഴും തുടരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ കേരളയായി സമ്മാനം നേടിയിട്ടുള്ള ആളാണ് ശേഖരൻ. അന്നു മുതൽ ശരീരത്തിൻ്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ അയാൾ വീഴ്ച വരുത്താറില്ല. ജിമ്മിനുള്ളിൽ കയറിയ ശേഖരൻ ടേബിളിൽ മലർന്നു കിടന്നുകൊണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉയർത്താൻ തുടങ്ങി. 70 കിലോ വരെ അയാൾ നിഷ്പ്രയാസം എടുത്ത് തലയ്ക്ക് മുകളിൽ ഉയർത്തുമായിരുന്നു. ശേഖരൻ വെയ്റ്റ് ലിഫ്റ്റ് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1-2 നിമിഷം നിന്നു. അപ്പോൾ അയാളുടെ പിൻഭാഗത്തുള്ള കട്ടനടിയിൽ നിന്നും തലയിൽ തൊപ്പി വെച്ച ഒരാൾ ശേഖരൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ മുഖം തൊപ്പികൊണ്ട് പാതി മറിഞ്ഞ നിലയിലായിരുന്നു. വെയ്റ്റ് ലിഫ്റ്റ് താഴേക്ക് താഴ്ത്തിയിട്ട് തലയുയർത്തിയ ശേഖരൻ മുമ്പിൽ നിൽക്കുന്ന തൊപ്പിക്കാരനെ കണ്ട് അമ്പരന്നു പോയി. ആരാടാ നീ? ശേഖരൻ ചാടി എണീക്കാൻ തുടങ്ങിയതും ആഗതന്റെ കയ്യിൽ റിവോൾവർ പ്രത്യക്ഷപ്പെട്ടു. ശേഖര, അബദ്ധമൊന്നും കാണിക്കണ്ട, ഇത് നിന്റെ സർവീസ് റിവോൾവർ തന്നെയാണ്. അയാൾ നാടകീയമായി 1-2 ചൂടുകൾ വെച്ചു. നിനക്ക് എന്തു വേണം?
പരിഭ്രാന്തിയോടെ ശേഖരൻ ചോദിച്ചു. എനിക്ക് വേണ്ടത് നിന്റെ ജീവൻ. എന്താ, അത് നീ എനിക്ക് തരുമോ ശേഖര? ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ശേഖരന് അപകടം മണത്തു. ആഗതൻ ഒന്ന് ചിരിച്ചു. നിന്നെ എനിക്ക് വേണം ശേഖര, ജീവനോടെയല്ല, ശവമായിട്ട്. തീ പൊള്ളിയ പോലെ ശേഖരൻ ഞെട്ടിപ്പോയി. എന്നെ കൊല്ലരുത്. ശേഖരന്റെ ശബ്ദം വിറച്ചു. ഇല്ല, കൊല്ലുന്നില്ല. സാറിനെ മാമോദീസ മുക്കാൻ കൊണ്ടുപോവുക. എന്താ, സമ്മതമാണോ? നിങ്ങൾ നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നുള്ള കാര്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ ശേഖര. ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രക്ഷപ്പെടാൻ ഒരു പഴുതു നോക്കിക്കൊണ്ട് ശേഖരൻ പറഞ്ഞു. കൂടുതൽ നേരം സംസാരം നീട്ടിക്കൊണ്ടുപോകാനാണ് ശേഖരൻ ശ്രമിച്ചത്. 3 വർഷം മുമ്പ് മഞ്ഞുവേൽ LP സ്കൂളിൽ സെലിൻ എന്നു പേരുള്ള ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു. നീ അവളെ അറിയുമായിരുന്നോ? ശരിക്കും ഒന്ന് ഓർത്തു നോക്ക് ശേഖര. സെലിന്റെ പേര് കേട്ടതും ശേഖരൻ ഞെട്ടുന്നത് ആഗതം കണ്ടു. എന്താ, ഓർമ്മ വരുന്നുണ്ടല്ലേ? നിന്റെ മുഖഭാവം കണ്ട എനിക്കറിയാം ശേഖര, നീ എല്ലാം ഓർമ്മിക്കുമെന്ന്. സെലിനെ നീയും ആൽബർട്ടും ജോയ്ക്കുട്ടിയും ചേർന്ന് മഞ്ഞുമലയിലെ ഔട്ട് ഹൗസിൽ വെച്ച് കടിച്ചു കീറി. അപമാനഭാരത്താൽ ജോലി രാജിവെച്ചു പോയ അവൾ ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ നീയും മരിക്കണം ശേഖര. അയാളുടെ കയ്യിലിരുന്ന റിവോൾവർ ചലിച്ചു. അയ്യോ വേണ്ട. സാറ് പേടിക്കണ്ട, ഞാനൊരു പ്രമോഷൻ തരാൻ വന്നതല്ലേ. നരകത്തിലോട്ട്. എന്താ, സാറ് പോകുന്നോ? അവിടെ ആകുമ്പോ സാറിന്റെ പഴയ കൂട്ടുകാരൊക്കെ കാണും. എന്നെ കൊല്ലരുത്. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം, പ്ലീസ്. ശേഖരൻ കൈകൂപ്പി. അയാളുടെ കണ്ണു നിറഞ്ഞു. ശേഖരൻ വെയിറ്റ് ലിഫ്റ്റ് ഒറ്റ ചവിട്ടിന് ആ മനുഷ്യന് നേരെ ഉരുട്ടിവിട്ടു. പക്ഷേ അയാൾ ചാടി മാറി. പിന്നെ ശേഖരന്റെ വലതു കാൽമുട്ടിന് നേരെ നിറയൊഴിച്ചു. വെടിയേറ്റ് ഒരലർച്ചയോടെ വീണ ശേഖരന്റെ ഇടതു കാൽമുട്ടും വെടിയേറ്റ് തകർന്നു. സോറി സർ. ആഗതൻ തലയിൽ വെച്ച തൊപ്പിയെടുത്തു മാറ്റി. പിന്നെ ശേഖരന്റെ നേരെ തോക്ക് ചൂണ്ടി. നീ? ആഗതനെ തിരിച്ചറിഞ്ഞ ശേഖരൻ ഞെട്ടിപ്പോയി. അതേടാ, ഞാൻ തന്നെ. പറഞ്ഞു കഴിഞ്ഞതും അയാൾ ശേഖരന്റെ നെഞ്ചിലേക്ക് വെടിവെച്ചു. ഇരുളിൽ ചോര മരവിപ്പിക്കുന്ന ഒരാക്രന്ദനം മുഴങ്ങി. പിറ്റേന്ന് രാവിലെ സണ്ണിയും ആഞ്ചലയും ഡെൽനമോളുമായി പള്ളിയിൽ പോയി. പള്ളി കഴിഞ്ഞ് സെമിത്തേരിയിൽ റോസിയുടെ കല്ലറയിൽ പോയി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. റോസി, നമ്മുടെ മോൾ. അവളിപ്പം എന്നെ പപ്പായിന്നാ വിളിക്കുന്നത്. ആഞ്ചല അവൾക്ക് മമ്മിയും. എൻ്റെ ആഗ്രഹം പോലെ നമ്മുടെ മോളെ പൊന്നുപോലെ വളർത്തും ഞാൻ. സണ്ണിയുടെ മനസ്സ് മൂകമായി റോസിയോട് സംസാരിച്ചു. ആഞ്ചല കൊടുത്ത പൂച്ചെണ്ട് ഡെൽനമോൾ കല്ലറയിൽ വെച്ചു. പിന്നെ അവൾ കാണിച്ചു കൊടുത്ത പോലെ കൈ കൂട്ടി പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു. സണ്ണിയും ആഞ്ചലയും പള്ളിപ്പടിയിൽ ഓട്ടോ കാത്തു നിൽക്കുമ്പോൾ അരവിന്ദൻ ബൈക്ക് അവർക്കരികിലായി കൊണ്ടുവന്ന് നിർത്തി. സണ്ണി, എല്ലാവരും കൂടി പള്ളി പോയതാണല്ലേ? ഇന്ന് എന്താ വിശേഷിച്ച്? ഇന്ന് റോസിയുടെ 41 സാറേ. മോളുമായി റോസിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. അത് നന്നായി സണ്ണി. സണ്ണിയുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒരു വിവരം പറയട്ടെ, അരവിന്ദൻ മുഖവരയോടെ പറഞ്ഞു. എന്താ സാറേ? നമ്മുടെ ശേഖരൻ തമ്പിയെ ഇന്നലെ രാത്രി ആരോ വെടിവെച്ചു വന്നു. വിക്ടറിനെയാണ് എല്ലാവർക്കും സംശയം. അത് കേട്ടതും കുറേ നേരത്തേക്ക് സണ്ണി ശബ്ദിക്കാനാകാതെ നിന്നുപോയി. സണ്ണിച്ചായനെ കള്ളക്കേസിൽ കുടുക്കി ഏമാനാണോ സാറേ ചത്തത്? ആഞ്ചല സന്തോഷത്തോടെ തിരക്കി. അതെ, ഇവനൊക്കെ ഇങ്ങനെ തന്നെ ചാവണം. എത്ര നിരപരാധികളുടെ ശാപം കിട്ടിയിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം ഫലിക്കാതെ വരുമോ? ആദ്യം ആൽബർട്ട്, പിന്നെ ജോയിക്കുട്ടി, ഇപ്പോൾ ശേഖരനും. വിക്ടർ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? സണ്ണിക്ക് അതൊരു ഉത്തരം കിട്ടാത്ത കടങ്കഥ പോലെ തോന്നി. വിക്ടറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല, അല്ലേ സണ്ണി? സാറേ, ഇത് ചെയ്തതും വിക്ടറാണെന്ന് ഉറപ്പാണോ? പിന്നല്ലാതെ ആർക്കാണ് ഈ കൊലപാതകം കൊണ്ട് ലാഭം കിട്ടുന്നത്? പക്ഷേ ഒരു സംശയം ബാക്കിയാകുന്നു സാറേ. വിക്ടർ എന്തിന് ശേഖരനെയും ആൽബർട്ടിനെയും കൊല്ലണം? സണ്ണിയുടെ സംശയം തീർത്തും ന്യായമാണ്. ഞാനും ആ കാര്യം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം വിക്ടറിന് മാത്രമേ അറിയാവൂ. നേരിൽ കണ്ട നമുക്ക് ചോദിക്കാമായിരുന്നു സണ്ണി. ആ സണ്ണി, മോളെങ്ങനെ? നിങ്ങളുമായി ഇണങ്ങിയോ? പിന്നില്ലേ, ഞാനെന്ന് വെച്ച ജീവനാ. അതിലും ജീവനാ അവൾക്ക് ആഞ്ചല. ഭാഗ്യവാൻ.
എനിക്കിപ്പോൾ സണ്ണിയോട് അസൂയ തോന്നുന്നു. സ്നേഹിക്കാൻ ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും കിട്ടിയില്ലേ? എല്ലാത്തിനും കാരണം സാറാ. സാറ് എൻ്റെ കൂടെ നിന്ന് ധൈര്യവും ശക്തിയും പകർന്നു തന്നതുകൊണ്ടാണ് സണ്ണിയുടെ ഈ പുതിയ ജീവിതം. അത് നിന്റെ വെറും തോന്നല സണ്ണി. എല്ലാത്തിനും ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. ഞാൻ പോട്ടെ, വൈകുന്നേരം കാണാം. അരവിന്ദൻ ബൈക്ക് ഓടിച്ചു പോയി. ഉറക്കം കൺപോളകളെ ആക്രമിക്കാൻ തുടങ്ങിയതും മുറിയിൽ ആരോ കയറിയതുപോലെ കുര്യാച്ചന് തോന്നി. ആരാ അത്? കുര്യാച്ചൻ ചാടി എണീറ്റു. കയറി വന്നയാൾ ഭിത്തിയിലെ സ്വിച്ച് ഇട്ടു. മുറിയിൽ പ്രകാശം പരന്നു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന താടിക്കാരനെ കണ്ട് കുര്യാച്ചൻ ഞെട്ടി. നീ നീയല്ലേ വിക്ടർ? അയാളുടെ കയ്യിലിരുന്ന വടിവാളിലേക്ക് നോക്കി കുര്യാച്ചൻ ഭയത്തോടെ മന്ത്രിച്ചു. ഒച്ച വെച്ച് ആളെ കൂട്ടാനൊന്നും ശ്രമിക്കേണ്ട, വടിവാൾ ഇളക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. കുര്യച്ച, നിന്റെ കാവൽ നായ പുറത്ത് നല്ല ഉറക്കമാ. അവൻ വരുമെന്ന് വിചാരിക്കണ്ട. ജോയ്ക്കുട്ടിയും ആൽബർട്ടും നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റുകൾ മുഴുവൻ ചെയ്തത് ഞാനല്ലേ? എന്നെയല്ലേ നിനക്ക് വേണ്ടിയിരുന്നത്? മരിക്കാൻ എനിക്ക് ഭയമില്ല വിക്ടറെ. എല്ലാം ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ശിക്ഷയാ. എൻ്റെ മക്കളില്ലാത്ത ഈ ലോകത്ത് ഞാൻ മാത്രം എന്തിനാ? കുര്യച്ച, അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഓരോന്നും ഓർത്തോർത്ത് ശേഷിച്ചുള്ള കാലം നിങ്ങൾ നീറി നീറി മരിക്കണം. പിന്നെ കുര്യച്ച, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വിക്ടറും ബട്ടറൊന്നുമല്ല. എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. മനസ്സിലായില്ലേ? ഞാൻ പറയാം, ചന്ദ്രൻ, നിങ്ങളുടെ പഴയ ഡ്രൈവർ ചന്ദ്രൻ. താടിക്കാരൻ പറഞ്ഞത് കേട്ട് ഷോക്കടിച്ചതുപോലെ കുര്യാച്ചൻ തരിച്ചു നിന്നുപോയി. ചന്ദ്രൻ പറഞ്ഞത് വിശ്വാസം വരാത്ത മട്ടിൽ കുര്യാച്ചൻ അവനെ തുറച്ചു നോക്കി. അപ്പോ നീ? ഇല്ല, മരിച്ചില്ല. നിങ്ങൾ മാധവനെയും ജോയിക്കുട്ടിയെയും വിട്ട് കാറിൽ ലോറി ഇടിപ്പിച്ചെങ്കിലും ഞാൻ മരിച്ചില്ല. നിങ്ങളോട് പ്രതികാരം ചെയ്യാനെങ്കിലും ഞാൻ ജീവിച്ചിരുന്നേ മതിയാവും. അപ്പോ വിക്ടർ? വിക്ടറോ? നിങ്ങൾ 20 വർഷം മുമ്പ് കൊക്കോ തോട്ടത്തിൽ അവന് പട്ടട തീർത്തില്ലേ കുര്യച്ച? ആ സത്യം അറിയാവുന്നത് കൊണ്ടല്ലേ എന്നെ കൊല്ലാൻ നിങ്ങൾ ആളെ വിട്ടത്? ചന്ദ്ര, എനിക്ക് തെറ്റുപറ്റിപ്പോയി. വിക്ടർ മരിച്ചിട്ടില്ല. അവനാണ് ആൽബർട്ടിനെയും ജോയിക്കുട്ടിയെയും ശേഖരനെയും കൊന്നത്. ചന്ദ്രൻ അമ്പരന്ന് പോയി. താൻ ചെയ്ത കൊലപാതകവും വിക്ടർ ഏറ്റെടുത്തുന്നു. എടാ ഭയങ്കര. കുര്യച്ചൻ ടെലിഫോൺ ഇരിക്കുന്ന മേശയ്ക്ക് നേരെ നീങ്ങിയതും ചന്ദ്രൻ വടിവാള് നീട്ടി. വേണ്ട കുര്യച്ച, മനസ്സിലിരിപ്പ് എനിക്കറിയാം. പോലീസിനെ വിളിക്കാനല്ലേ. ഇനിയൊരു കൊലപാതകം കൂടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. വിക്ടർ കളി തുടങ്ങിയെങ്കിൽ അവൻ നിങ്ങളെ തേടി വരാതിരിക്കില്ല. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങും. അതുകൊണ്ട് അടങ്ങി അവിടെ ഇരിക്കുക. ഇല്ലെങ്കിൽ ഈ വടിവാൾ നിങ്ങളുടെ ചോര കുടിച്ചെന്ന് വരും. അപ്പോൾ ചന്ദ്ര, നീയാണോ ജോയിക്കുട്ടിയെയും മാധവനെയും കൊന്നത്? അതെ, എന്നെ കൊല്ലാക്കൊല ചെയ്തതിൻ്റെ പ്രതികാരം. നിങ്ങളുടെ ചോറ് കുറേ ഞാൻ തിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. തിന്ന ചോറിന് പണ്ട് നന്ദി കാണിച്ചവനാ ചന്ദ്രൻ. നിങ്ങൾക്കറിയാമല്ലോ. സമാധാനമായി പോയി കിടന്ന് ഉറങ്ങു കുര്യച്ച. പോട്ടെ. കുര്യച്ചന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പേ ചന്ദ്രൻ ലൈറ്റ് കെടുത്തി. പിന്നെ വന്നതുപോലെ ഇരുളിൽ മറഞ്ഞു. അരവിന്ദനും സണ്ണിയും കൂടി എഞ്ചിനീയറെ കാണാൻ കുന്നമംഗലത്തിന് പോയിട്ട് വരുമ്പോൾ നേരം ഒരുപാട് വൈകി. അരവിന്ദൻ്റെ ബൈക്കിൽ വരുമ്പോഴാണ് തൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് സണ്ണി കണ്ടത്. കഴിഞ്ഞ ദിവസം ഡേസി ചേച്ചി രാത്രിയിൽ ആരുമായോ സംസാരിച്ചതും അതിനുശേഷം ചേച്ചിക്കുണ്ടായ മാറ്റവും സണ്ണി ഓർത്തു. സാറേ, അവനെ വിടരുത്, സണ്ണി പറഞ്ഞു. അരവിന്ദൻ ബൈക്ക് നിർത്തിയതും സണ്ണി ചാടി ഇറങ്ങി മുറ്റത്തേക്ക് ഓടി. പിന്നാലെ അരവിന്ദനും. സണ്ണിയെ കണ്ടതും അയാൾ ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അരവിന്ദൻ അയാളെ തടഞ്ഞു. എന്നെ തടയരുത്, വഴിന്ന് മാറ്, ഞാൻ പോകട്ടെ. താടിക്കാരൻ ഷർട്ടിനുള്ളിൽ നിന്നും വടിവാൾ വലിച്ചെടുത്തു. സണ്ണി അയാളെ തിരിച്ചറിഞ്ഞു. ഈട്ടിപ്പാറ കുഞ്ഞച്ചൻ്റെ കാലിന് വെട്ടി തന്നെ രക്ഷപ്പെടുത്തിയ താടിക്കാരൻ. മാറി നിൽക്ക്. അയാൾ വടിവാൾ ചുറ്റും വീശി. അയ്യോ ചന്ദ്രേട്ടാ, അരുത്, അത് നമ്മുടെ സണ്ണിയാണ്. പുറത്തെ ബഹളം കേട്ട് വീടിനുള്ളിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് ഡേസി ഓടി വന്നു. ചന്ദ്രേട്ടനോ? സണ്ണി സ്തംഭിച്ചു പോയി. ഞാൻ പറയാം മോനെ, ഇത് ചന്ദ്രേട്ടനാ, മരിച്ചുപോയ എൻ്റെ ഭർത്താവ്. ചന്ദ്രേട്ടൻ, എൻ്റെ അളിയൻ. കയറി വാ, വഴിയിൽ വെച്ച ഒരു സീൻ വേണ്ട, സണ്ണി പറഞ്ഞു. എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറി. ചന്ദ്രേട്ടനെ അരവിന്ദ സാറിന് അറിയില്ലേ? സണ്ണി ചോദിച്ചു. നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ചന്ദ്രേട്ടൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു പോയെന്നായിരുന്നല്ലോ ചേച്ചി പറഞ്ഞത്. സത്യത്തിൽ എന്താണുണ്ടായത് ചന്ദ്രേട്ടാ? സണ്ണി ചന്ദ്രനെ നോക്കി. അതൊരു ചതിയുടെ കഥയാ സണ്ണി. ഒന്ന് നിർത്തിയ ശേഷം ചന്ദ്രൻ പറഞ്ഞു തുടങ്ങി. കർണാടകയിൽ എത്തിച്ചേർന്ന് ഞാനും ഡേസിയും
ഒരു വാടക വീട്ടിൽ താമസം തുടങ്ങി. ഒരു കുടകൻ്റെ ടാക്സിക്കാരൻ്റെ ഡ്രൈവറായി എനിക്ക് പണിയും കിട്ടി. കുറച്ച് പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുര്യച്ച മുതലാളിയാണ്. മുതലാളി സഹായിക്കാതിരിക്കില്ല. ആ വിശ്വാസത്തിലാണ് ഞാൻ മേടയിൽ ബംഗ്ലാവിൽ ചെന്നത്. പക്ഷെ കുര്യച്ച മുതലാളി എന്നെ അപമാനിച്ചു. വിക്ടറെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില രഹസ്യങ്ങൾ ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പണം തന്നു. പക്ഷേ കുര്യാച്ച മുതലാളി എന്നെ കൊല്ലാനുള്ള കരുക്കൾ നീക്കി. ബംഗളൂരിനൊരു ഓട്ടം പോയി മടങ്ങി വരുന്ന എൻ്റെ കാറിനെ ഒരു ടാങ്കർ ലോറി പിന്തുടരുന്നത് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അതിൽ ജോയിക്കുട്ടിയും മാധവനും ഇരിക്കുന്നത് കണ്ടതും എനിക്ക് കാര്യം മനസ്സിലായി. അവർ എൻ്റെ കാറ് ലോറി ഇടിപ്പിച്ച് കൊക്കയിലേക്ക് മറിച്ചു. ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ബോധം കെട്ട് കിടന്ന എന്നെ കാട്ടുവാസികളാണ് കണ്ടെത്തി ആശുപത്രിയിലാക്കിയത്. 6 മാസത്തോളം ആശുപത്രി കിടന്നു. 2 കാലിനും തലയ്ക്കുമായിരുന്നു പരിക്ക്. ഡെയ്സിയെ അന്വേഷിച്ച് താമസസ്ഥലത്ത് ചെന്നപ്പോൾ അവൾ ഇങ്ങോട്ട് പോകുന്നു മനസ്സിലായി. സണ്ണിയും അരവിന്ദനും ചന്ദ്രൻ പറയുന്ന കഥ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചന്ദ്രേട്ടനല്ലേ ആൽബർട്ടിനെയും ശേഖരേട്ടനെയും കൊന്നത്? അല്ല, അത് വിക്ടറാണ്. ഞാനാണ് വിക്ടറെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. അതവന് കൂടുതൽ സൗകര്യമായി. അന്ന് കൊക്കോത്തോട്ടത്തിൽ കുഴിച്ചു മൂടിയ വിക്ടർ മരിച്ചിട്ടില്ല. എല്ലാം അവൻ്റെ പ്രതികാരമാണ്. ഇനി നമുക്ക് വിക്ടറെ കണ്ടെത്തണം. ചന്ദ്രേട്ടാ, അതിന് ചന്ദ്രേട്ടന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, അരവിന്ദൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എല്ലാം കുര്യച്ചൻ പോലീസിൽ അറിയിച്ചു കാണും. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പോലീസ് എന്നെ പിടികൂടും. അതുവരെ എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും. മാധവൻ പോലീസ് ലിസ്റ്റിലുള്ള ക്രിമിനലാണ്. അവൻ ചത്ര അത്രയും തലവേദന തീരുമെന്ന് പോലീസ് കരുതൂ. സണിച്ച, ഞാൻ പോട്ടെ. തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട, വറീതേട്ടൻ പോലും. പോട്ടെ. ചന്ദ്രൻ ഡെയ്സിയെ നോക്കി. അവൾ തലയിളക്കി. ചന്ദ്രൻ ഇരുളിലേക്ക് ഇറങ്ങി മറ്റൊരു നിഴലായി മറഞ്ഞു. അടുത്ത ദിവസം രാത്രി സണ്ണിയും വറീതേട്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചന്ദ്രേട്ടനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അരഭിത്തിയുടെ തൂണും ചാരി ഡെയ്സി നിൽപ്പുണ്ടായിരുന്നു. സണ്ണി, ഇരുളിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ ആരോ വിളിച്ചു. സണ്ണി എണീറ്റു നോക്കി. വീടിനു പിന്നിലുള്ള കൊക്കോത്തോട്ടത്തിൽ നിന്നും ഒരു നിഴൽ ഇറങ്ങി വന്നു. വെളിച്ചത്തിലേക്ക് വന്നതും സണ്ണിക്ക് ആളെ മനസ്സിലായി. ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടാ, സൂക്ഷിക്കണം. രാവിലെ പോലീസ് വന്നിട്ട് പോയതേ ഉള്ളൂ. അറിയാം സണ്ണി. അവരുടെ കണ്ണിൽ പെടാതെ നടക്കുകയായിരുന്നു ഞാൻ. നേരം വെളുത്തത് പിന്നെ പച്ചവെള്ളം കഴിച്ചിട്ടില്ല. ഡെയ്സി, എനിക്ക് വിശക്കുന്നു. ചന്ദ്രൻ തിണ്ടയിലേക്ക് കയറി. ചേച്ചി, ചന്ദ്രേട്ടനെ അകത്ത് കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ചന്ദ്രേട്ടാ, ഇത് വറീതേട്ടൻ. ചന്ദ്രേട്ടൻ ഓർക്കുന്നുണ്ടോ? പിന്നെ ഇവരൊക്കെ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമോ സണ്ണി? ചന്ദ്ര. വറീതേട്ടൻ എണീറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. നീ തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതാണ് ബുദ്ധി. ഡെയ്സി ചോറും കറികളും വിളമ്പി. ചന്ദ്രൻ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് ഡെയ്സി നോക്കി നിന്നു. സണ്ണി, നമ്മളറിയാതെ പോലീസ് ഈ വീട് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. നെല്ലിപ്പൊയിലും മഞ്ഞുവയലിലും ഒക്കെ ഇന്ന് പോലീസ് ചുറ്റി നടക്കുന്നത് കണ്ടു. വറീതേട്ടൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഇരുളിൽ ഒരു വിസിൽ ശബ്ദം മുഴങ്ങി. അയ്യോ, പോലീസ്! അമ്പരപ്പോടെ സണ്ണി ചാടി എഴുന്നേറ്റു. ചതിച്ചു! പുലമ്പിക്കൊണ്ട് ചന്ദ്രേട്ടൻ മുറ്റത്തേക്ക് എടുത്തു ചാടി. പിന്നെ ഇരുളിലേക്ക് ഓടി മറഞ്ഞു. ആരൊക്കെയോ ഓടുന്ന ശബ്ദം നിശബ്ദതയെ വഞ്ചിച്ചു. ദൈവമേ, എൻ്റെ ചന്ദ്രേട്ടൻ! ഡെയ്സി നിലവിളിച്ചുകൊണ്ട് സണ്ണിയെ നോക്കി. അപ്പോൾ കൊക്കോത്തോട്ടത്തിൽ നിന്നും കാതടിപ്പിക്കുന്ന ഒരു വെടി ശബ്ദം മുഴങ്ങി. അതേ തുടർന്ന് ദിഗന്ധങ്ങൾ നടുക്കുന്ന നിലവിളിയും. സണ്ണിച്ച, എൻ്റെ ചന്ദ്രേട്ടനെ അവർ കൊന്നു! പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡെയ്സി സണ്ണിയെ കെട്ടിപ്പിടിച്ചു. വറീതേട്ടനും ഇടിവെട്ടിയതുപോലെ ധരിച്ചു നിൽക്കുകയായിരുന്നു. മെയിൻ റോഡിലൂടെ ഒരു ജീപ്പ് പാഞ്ഞു പോകുന്നതിൻ്റെ പ്രകാശം അവർ കണ്ടു. പാവം എൻ്റെ ചന്ദ്രേട്ടൻ! മരിച്ചുവെന്ന് കരുതിയ ചന്ദ്രേട്ടനെ എനിക്ക് തിരിച്ചു തന്നത് ഇതിനു വേണ്ടിയായിരുന്നു ദൈവമേ! ഡെയ്സി വാവിട്ട് നിലവിളിച്ചു. എന്താ ഡെയ്സി ഇത്? ചന്ദ്രനൊന്നും സംഭവിച്ചു കാണില്ല. നീ ഒന്ന് സമാധാനപ്പെട്, വറീതേട്ടൻ ആശ്വസിപ്പിച്ചു. ഇല്ല, എൻ്റെ ചന്ദ്രേട്ടനെ വെടിവെച്ച് കൊന്നു കാണും. വെടിവെച്ച് നിലവിളിയും നമ്മൾ കേട്ടതല്ലേ വറീതേട്ടാ. ചേച്ചി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അരവിന്ദ് സാറിനെ കണ്ട ചിലപ്പോൾ വിവരങ്ങൾ അറിയാൻ കഴിയും. ടോർച്ച് എടുത്തുകൊണ്ട് സണ്ണി പറഞ്ഞു. ഞാനും വരാം സണ്ണിച്ച. വേണ്ട വറീതേട്ടാ, ഇവർ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോയി വരാം. ചാച്ചാ, അപ്പുറത്തെ വീട്ടിൽ നിന്നും ആഞ്ചല വിളിച്ചു. ഡെയ്സി, മോള് വിളിക്കുന്നു. നീയും കൂടി അങ്ങോട്ട് വാ. വറീതേട്ടൻ ഡെയ്സിയെ കൂട്ടിക്കൊണ്ടുപോയി. സണ്ണി വീടും പൂട്ടി ടോർച്ചുമായി ഇറങ്ങി.
സണ്ണി അരവിന്ദന്റെ വാടക വീടിന്റെ വാതിലിൽ തട്ടി. കടന്നു വരാം. അകത്തു നിന്നും അരവിന്ദന്റെ ശബ്ദം കേട്ടു. സണ്ണി കയറി ചെല്ലുമ്പോൾ മുറിക്കുള്ളിലെ സോഫയിൽ മലർന്നു കിടക്കുകയായിരുന്നു അരവിന്ദൻ. മേശപ്പുറത്ത് 3-4 ദിവസത്തെ വർത്തമാന പത്രങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അതിലൊന്നിലെ വാർത്തയിലും ചിത്രത്തിലും സണ്ണിയുടെ കണ്ണുകൾ ഉടക്കി. CI ശേഖരൻ വെടിയേറ്റു മരിച്ചതിൻ്റെ വാർത്തയും ചിത്രവുമായിരുന്നു അത്. സണ്ണി പത്രമെടുത്തു നോക്കി. പിന്നെ മേശപ്പുറത്തേക്കിട്ടു. ഞാൻ സണ്ണിയെ പ്രതീക്ഷിച്ചു. അരവിന്ദൻ സോഫയിൽ എണീറ്റിരുന്നു. സാറേ, ചന്ദ്രേട്ടനെ പോലീസ് പിടിച്ചു. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയില്ല. പേടിക്കണ്ട സണ്ണി. ചന്ദ്രേട്ടൻ ഓടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് മുട്ടിന് താഴെ വെടിവെച്ചാണ് പിടികൂടിയത്. ചന്ദ്രേട്ടൻ ഇപ്പോൾ പോലീസ് കാവലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. സാർ ഇത് എങ്ങനെ അറിഞ്ഞു? ഇൻസ്പെക്ടർ റോയി കുര്യാച്ചനെ വിളിക്കുമ്പോൾ ഞാനും ആൻഡോയും ബംഗ്ലാവിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ആൻഡോയോ? കുറച്ചു നാളായി അവനിവിടെ ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ കുര്യാച്ചൻ്റെ വലം കൈ ആയിട്ടല്ലേ നടപ്പ്? എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി, അല്ലാതെന്താ? ഇതുപോലെയുള്ള കുറേ ഈർക്കിലി നേതാക്കന്മാരാ നമ്മുടെ നാടിൻ്റെ ശാപം. രോഷത്തോടെ അരവിന്ദൻ പെറുപെറുത്തു. സണ്ണിയുടെ ശത്രുക്കളൊക്കെ പരലോകം പോകിയില്ലേ? വിക്ടറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ? അരവിന്ദൻ ഒരു സിഗരറ്റ് കത്തിച്ചു. എനിക്കിപ്പോൾ വിക്ടറിനോടും സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് സാറേ. അവൻ എനിക്കൊന്ന് കാണണം. എൻ്റെ ശത്രുക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്തതിന് ഒരു നന്ദി വാക്ക് പറയാൻ. ഒന്നുമല്ലെങ്കിലും അവനെൻ്റെ പഴയ സഹപാഠിയും ബാല്യകാല സുഹൃത്തുമല്ലേ. വിക്ടറിനെ കണ്ടെത്താൻ ഇവിടെ പോലീസുകാരില്ലേ സണ്ണി? അവർ കണ്ടെത്തിക്കോളും. അരവിന്ദൻ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അരവിന്ദൻ സാറേ, പോലീസിൻ്റെ സഹായമില്ലാതെ തന്നെ സണ്ണി വിക്ടറിനെ കണ്ടെത്തും. പക്ഷേ സാറിൻ്റെ സഹായം എനിക്ക് വേണ്ടിവരും. സണ്ണി അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ സഹായം സണ്ണിക്കിനി ആവശ്യമുണ്ടോ? തീർച്ചയായും. വിക്ടർ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. അവനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? സാർ ആ വലതു കൈ ഒന്ന് നീട്ടൂ. സണ്ണി പറഞ്ഞതും അരവിന്ദൻ യാന്ത്രികമായി കൈ നീട്ടി. സണ്ണി ആ കൈയിൽ പിടിച്ചു. പിന്നെ 6ാമത്തെ ചെറുവിരലിൽ തൊട്ടു. ഉണ്ണിവിരൽ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാർ കൗതുകത്തോടെ പിടിച്ചു വിളിക്കുന്ന വിരലാണിത്. വിക്ടർ, ഇനിയും എൻ്റെ മുമ്പിൽ വേണോ ഈ ഒളിച്ചുകളി? സണ്ണി പറഞ്ഞത് കേട്ട് അരവിന്ദൻ ഞെട്ടലോടെ കൈ വലിച്ചു. സണ്ണി, നീ എന്താ ഭ്രാന്ത് പറയുകയാണോ? അരവിന്ദൻ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരിക്കലുമല്ല, സത്യം മാത്രം. എൻ്റെ കളിക്കൂട്ടുകാരൻ വിക്ടറാണ് ഈ ഇരിക്കുന്ന അരവിന്ദൻ. അപ്രതീക്ഷിതമായിട്ടാണ് അരവിന്ദൻ്റെ കയ്യിലെ 6ാം വിരൽ ഞാൻ കണ്ടത്. അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ താടിക്കാരൻ ചന്ദ്രേട്ടൻ ആരാണെന്ന് അറിയുന്ന നിമിഷം വരെ എല്ലാവരും അയാളെ വിക്ടറാക്കി. സത്യം മനസ്സിലായതും എനിക്കൊരു കാര്യം ഉറപ്പായി. അരവിന്ദൻ തന്നെയാണ് വിക്ടർ എന്ന്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സണ്ണി, നീ പറഞ്ഞത് സത്യമാണ്. ഞാനാണ് വിക്ടർ, നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ. സ്കൂൾ വിട്ട് നിന്നോടൊപ്പം വീട്ടിൽ വരുമ്പോൾ നിന്റെ അമ്മ എത്രയോ പ്രാവശ്യം എനിക്ക് പുഴുക്കും കറിയും വിളമ്പി തന്നിട്ടുണ്ട്. വിശന്ന് പ്രാണം പിഴയുന്ന വയറിന് അതൊക്കെ അമൃതായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന നിനക്ക് ചായക്കടയിൽ നിന്ന് പാപ്പച്ചി ചേട്ടൻ കായപ്പം വാങ്ങിച്ചു തരുമ്പോൾ ഒന്ന് എനിക്കും കൂടി തരും. വീട്ടിൽ ചെന്നാലും കഴിക്കാൻ ഒന്നുമില്ലെന്ന് അറിയാവുന്ന ഞാൻ അത് വാങ്ങി തിന്നു, വയറിൻ്റെ കാളലടക്കാൻ. നിരപരാധിയെ എന്നെ ബംഗ്ലാവിലെ പെണ്ണിനെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവനാക്കി. എൻ്റെ കുടുംബത്തെ പടിയടച്ച് പിണ്ടം വെച്ച് എന്നെ കൊന്നു കുഴിച്ചു മൂടാൻ ഏർപ്പാടാക്കിയ കുര്യാച്ച മുതലാളിയോടും കുടുംബത്തോടുമുള്ള പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ചാണ് ഞാൻ നാട് വിട്ടു പോയത്. അതിനിടയിലാണ് എൻ്റെ കുഞ്ഞു പെങ്ങൾ സെലീനയ്ക്ക് ഇവിടുത്തെ സ്കൂളിൽ സംഗീതാധ്യാപകയായി ജോലി കിട്ടിയത്. അവളെ പ്രലോഭിപ്പിച്ച് മഞ്ഞുമലയിലെ ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി ആൽബർട്ടും ശേഖരനും പിന്നെ ജോയിക്കുട്ടിയും ചേർന്ന് ക്രൂരമായി ബലാത്കാരം ചെയ്തു. ജോലി വലിച്ചെറിഞ്ഞു പോയ സെലിൻ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാനാകുമായിരുന്നില്ല സണ്ണി. മകളുടെ മരണത്തോടെ വീണുപോയ അമ്മ കൂടി മരിച്ചതോടെ ഞാൻ എൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ശ്രമം തുടർന്നു. അങ്ങനെയാണ് ഈ വേഷം കിട്ടിയത്. കുര്യാച്ചൻ്റെ കുടുംബത്തിൻ്റെ പതനം മാത്രമായിരുന്നു മനസ്സിൽ. ഇവിടെ വന്നപ്പോൾ പലതും അറിഞ്ഞു. ആ കൂട്ടത്തിൽ സണ്ണിയുടെയും കുടുംബത്തിൻ്റെയും കഥയും. നിനക്കും കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് നന്ദികേടായി പോകുമെന്ന് മനസാക്ഷി പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി നിന്നെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ പഴയ കൂട്ടുകാരനാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നാടകം കളിക്കേണ്ടി വന്നു.
ഓർക്കപ്പുറത്ത് ചന്ദ്രേട്ടനിടയിൽ കയറി വന്നത് എല്ലാത്തിനും എനിക്കൊരു മറയായി. കുര്യാച്ചനും മക്കളും ചന്ദ്രേട്ടനെ വിക്ടറാക്കി. അതുകൊണ്ട് എന്നെ ആരും സംശയിച്ചില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ നടത്താനും എനിക്ക് സാധിച്ചു. ഇനി കുര്യാച്ചൻ കൂടി ബാക്കിയുണ്ട്. അവനെ കൂടി പരലോകത്തേക്ക് പറഞ്ഞു വിട്ടിട്ടേ വിക്ടർ ഇവിടെ വിടൂ. വിക്ടർ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. പഴയ കൂട്ടുകാരന് വേണ്ടി ചെയ്തു തന്ന ഒരു ഫേവറായി ഇതും കണക്കാക്കിയാൽ മതി. വിക്ടർ, എന്നാലും നീ... സണ്ണി പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ വിക്ടർ കൈകൊണ്ട് തടഞ്ഞു. ഒന്നും പറയണ്ട സണ്ണി. എൻ്റെ മനസാക്ഷിക്ക് തോന്നിയതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അതുപോലൊക്കെ ഞാൻ ചെയ്തു. തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട. കുര്യാച്ചനെ കൂടി തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് മുങ്ങും. അപ്പോൾ പുറത്ത് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടു. സണ്ണി, പുറത്ത് ആരും ഉണ്ട്. ചാടി എണീറ്റുകൊണ്ട് വിക്ടർ പറഞ്ഞു. വിക്ടർ വാതിൽ തുറന്നു. പിന്നാലെ സണ്ണിയും പുറത്തേക്കിറങ്ങി. ഒരാൾ ഓടിപ്പോകുന്നത് അവർ കണ്ടു. സണ്ണി, അവനെ വിടരുത്. നമ്മൾ പറഞ്ഞത് മുഴുവൻ അവൻ കേട്ടിട്ടുണ്ട്. സണ്ണിയും വിക്ടറും അവൻ്റെ പിന്നാലെ ഓടി. ഒടുവിൽ അവർ തന്നെ വിജയിച്ചു. സണ്ണി അവനെ കയറി പിടിച്ചു. അരിപ്പാറ ആൻഡോ, നീ എന്തിനിവിടെ വന്നു? വിക്ടർ ചോദിച്ചു. അരവിന്ദ് സാറിനെ വിളിച്ചോണ്ട് ചെല്ലാൻ കുര്യച്ചായൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടോടാ? എന്തു കേട്ടു? സാറു തന്നെയാണ് വിക്ടർ എന്ന്. സണ്ണി, ഇനി ഇവനെ പുറത്തു വിട്ടാ ഞാൻ കുടുങ്ങും. തട്ടിക്കളഞ്ഞേക്കാം. സണ്ണിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് വിക്ടർ പറഞ്ഞു. അതാ നല്ലത്. ഇവനൊക്കെ ഭൂമിക്ക് ഭാരമായി വെറുതെ എന്തിനാ ജീവിക്കുന്നത്? സണ്ണി പിന്താങ്ങി. അയ്യോ, എന്നെ കൊല്ലല്ലേ! ആൻഡോ നിലവിളിച്ചു. വാ അടക്കടാ! വിക്ടർ ദേഷ്യപ്പെട്ടു. നടക്ക്. തൽക്കാലം നീ പുറത്തിറങ്ങണ്ട. വിക്ടറും സണ്ണിയും കൂടി ആൻഡോയെ ഉന്തിത്തള്ളി വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടുന്ന് തുറന്നു വിടും. അതുവരെ നിനക്ക് കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട്. വിക്ടർ ആൻഡോയെ മുറിക്കകത്തേക്ക് പിടിച്ചു തള്ളി. കിടക്കവിടെ. വാതിൽ പുറത്തു നിന്നും ഓടാമ്പലിട്ടു. സണ്ണി, നീ പൊയ്ക്കോ. ആയുസുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. വിക്ടർ വാതിലടച്ചു. രാവിലെ മഞ്ഞുമലയിൽ എത്തിയതായിരുന്നു കുര്യാച്ചനും ഈട്ടിപ്പാറ കുഞ്ഞച്ചനും. കൊക്കോക്കായ പറിക്കാൻ തൊഴിലാളികൾ എത്തിയിട്ടുണ്ടായിരുന്നു. കുര്യാച്ചൻ ഔട്ട് ഹൗസിൽ വിശ്രമിക്കുമ്പോഴാണ് ഫോൺ മണിയടിച്ചത്. കുര്യാച്ചൻ റിസീവർ എടുത്തു. കുര്യാച്ചായ, ഇത് ഞാനാ, അരിപ്പാറ ആൻഡോ. അവൻ്റെ തീ പിടിച്ച വാക്കുകൾ കേട്ട കുര്യാച്ചൻ തലയ്ക്കടിയേറ്റതുപോലെ മരവിച്ചു പോയി. കുഞ്ഞച്ചാ, ചതിച്ചടാ. വിക്ടർ ആരെന്നറിയണ്ടേ? അരവിന്ദൻ. അവൻ ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു. കലി ബാധിച്ചവനെ പോലെ കുര്യാച്ചൻ ചാടി എണീറ്റു. ജീപ്പ് എടുക്കടാ, എത്രയും പെട്ടെന്ന് പോകണം. വാലിന് തീ പിടിച്ച മാതിരി കുര്യാച്ചൻ ജീപ്പിൽ കയറി. വേഗം! കുര്യാച്ചൻ ധൃതി കൂട്ടി. കുഞ്ഞച്ചൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് അതിവേഗത്തിൽ ചുരമിറങ്ങിക്കൊണ്ടിരുന്നു. മൂന്നാം വളവ് കഴിഞ്ഞതും കാട്ടുപൊന്തകൾക്കിടയിൽ നിന്നും വിക്ടർ റോഡിലേക്ക് കയറി നിന്നു. കുര്യാച്ചനും കുഞ്ഞച്ചനും ഞെട്ടിപ്പോയി. അരവിന്ദൻ! അരവിന്ദൻ അല്ലടാ, വിക്ടർ! ആ നായിന്റെ മോന്റെ നെഞ്ചത്തു കൂടി കയറ്റി വിടറ! കുര്യാച്ചൻ അലറി. ജീപ്പ് കുതിച്ചു വന്നതും വിക്ടർ വെട്ടിമാറ്റി. പിന്നെ ജീപ്പിന്റെ പിന്നിൽ പിടിച്ചു തൂങ്ങി അകത്തേക്ക് കയറി. നിന്റെയൊക്കെ ശവം കൂടി പള്ളി സെമിത്തേരിയിലേക്ക് എടുപ്പിച്ചിട്ട് വിക്ടർ ഇവിടുന്ന് പോകൂ. വിക്ടർ കുഞ്ഞച്ചന്റെ കഴുത്തിന് പിടിച്ച പിന്നിലേക്ക് വലിച്ചു. ജീപ്പ് ആടി ഉലഞ്ഞു. കുര്യാച്ചൻ തിരിഞ്ഞ് വിക്ടറിന്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചു. വിക്ടർ കുര്യാച്ചന്റെ കണ്ണും മൂക്കും അടച്ച് ഒരു ഇടി വെച്ചു കൊടുത്തു. കുര്യാച്ചന്റെ തലയ്ക്കുള്ളിൽ നക്ഷത്രം മിന്നി. കണ്ണട തെറിച്ചുപോയി. ഒരു നിലവിളിയോടെ കുര്യാച്ചൻ സീറ്റിലേക്ക് മലച്ചു. 20 കൊല്ലം മുമ്പ് എന്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിച്ച ആരാചാരല്ലേ നീ? മേടയിൽ കുര്യാച്ചനും മകനും വേണ്ടി കൊല നടത്തിയും പെണ്ണു കൂട്ടിക്കൊടുത്തും നീ എന്തു നേടിയടാ ചേറ്റേ? വിക്ടർ കുഞ്ഞച്ചന്റെ തല പിടിച്ച് ഫ്രണ്ട് ഗ്ലാസിൽ കുത്തി. കുഞ്ഞച്ചന്റെ കണ്ണിൽ ഇരുട്ട് കയറി. വിക്ടറെ, മാപ്പാക്കണം, തെറ്റുപറ്റിപ്പോയി, കുഞ്ഞച്ചൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ നിഘണ്ടുവിൽ മാപ്പ് എന്ന 2 അക്ഷരം ഇല്ലടാ. പകരം മരണം എന്ന 3 അക്ഷരമേ ഉള്ളൂ. വിക്ടർ കുഞ്ഞച്ചനെ ശക്തിയായി പുറത്തേക്ക് തൊഴിച്ചു. കുഞ്ഞച്ചൻ ഒരു നിലവിളിയോടെ കൊക്കയിലേക്ക് വീണു. പിന്നെ താഴേക്ക് ഉരുണ്ടുപോയി. വിക്ടർ ചാടി ഡ്രൈവറുടെ സീറ്റിൽ കയറി ജീപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. മോനെ, എന്നെ കൊല്ലരുത്, മൂക്കിനും വായിനും ചോര ഒലിപ്പിച്ചുകൊണ്ട് കുര്യാച്ചൻ പറഞ്ഞു. ഇല്ല കുര്യാച്ച, നിങ്ങൾ ഒരിറ്റ ദയ പോലും ആഗ്രഹിക്കുന്നില്ല. ചെയ്തതൊക്കെ തെറ്റായിപ്പോയി. മോൻ എന്നോട് ക്ഷമിക്കണം. സത്യങ്ങളൊന്നും അറിയാതെ ഞാൻ... ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങൾ ചതിച്ചും കൊന്നിട്ടുമുള്ളവരോട്. അതിനിടയിൽ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ച കുര്യച്ചനെ വിക്ടർ വലിച്ച് അകത്തേക്കിട്ടു.
നിങ്ങളെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊല്ലലടാ വിക്ടറെ. കുര്യച്ചൻ വിക്ടറിന്റെ നേരെ കൈകൂപ്പി. വേണ്ട, ഒന്നും പറയണ്ട. 20 വർഷം മുമ്പ് നിങ്ങൾ അറിയാൻ ശ്രമിക്കാതിരുന്ന സത്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. സ്വന്തം സഹോദരി കാമഭ്രാന്ത് തീർക്കാൻ ഒരു പാവം ചെക്കനെ കയറി പിടിച്ചപ്പോ അവൻ കുറ്റക്കാരനായി. എന്റെ കുടുംബത്തെ പുറത്താക്കാൻ ഒരു കാരണം അന്വേഷിച്ച് നടന്ന കുര്യാച്ചൻ മുതലാളിക്ക് അതൊരു പിടിവള്ളിയായി. വർഷങ്ങളോളം കഴുതയെ പോലെ നിങ്ങൾക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും ചെലവഴിച്ച എന്റെ അപ്പനെ മകൻ ബലാത്സംഗ വീരനെന്ന സർട്ടിഫിക്കറ്റും കൊടുത്ത് വെറും കൈയോടെ നിങ്ങൾ പടിയിറക്കി വിട്ടു. അത് ഞാൻ ക്ഷമിച്ചേനെ കുര്യച്ച. പക്ഷേ എന്റെ സഹോദരിയെ നിങ്ങളുടെ മകനും മരുമകനൊക്കെ ചേർന്ന് കടിച്ചു തുപ്പിയത് ഞാൻ എങ്ങനെ ക്ഷമിക്കും? പറ കുര്യച്ച. മേടയിൽ കുടുംബം കൂളം തോണ്ടിയിട്ടേ വിക്ടർ മരിക്കൂ എന്ന് മരണക്കിടക്കയിൽ കിടന്ന എന്റെ അപ്പന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. അതെനിക്ക് പാലിക്കണം കുര്യച്ച. നിന്റെ അന്ത്യവിധി തീരുമാനിക്കുന്നത് ഞാനാ. വിക്ടർ ഉന്മാദം പിടിപെട്ടവനെ പോലെ പൊട്ടിച്ചിരിച്ചു. വിക്ടറെ മോനെ, ഞാൻ നിന്റെ അപ്പനാടാ, സ്വന്തം അപ്പൻ. നീ എന്റെ ചോര തന്നെയാടാ മോനെ. അറിയാം. മരിക്കുന്നതിന് മുമ്പ് ആ രഹസ്യം അമ്മ എനിക്ക് പറഞ്ഞു തന്നപ്പോ ഞാൻ ഞെട്ടിയില്ല. ഈ കളിയിൽ അപ്പനും മകനും എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നുമില്ല കുര്യാച്ച. ജന്മം തന്ന തന്തയാണെങ്കിൽ പോലും ശത്രു തന്നെയാണ്. നിങ്ങളുടെ ചോര തന്നെയാണ് എന്റെ സിരകളിലെങ്കിൽ ഞാനത് ചെയ്തേ മതിയാകൂ. ജനിപ്പിച്ച തന്തയോട് ഒരു മകൻ ചെയ്യുന്ന കടമയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഗുഡ് ബൈ ഡാഡി. വിക്ടർ കൊക്കയിലേക്ക് സ്റ്റിയറിംഗ് വെട്ടിച്ചു. എന്നിട്ട് പുറത്തേക്ക് എടുത്തു ചാടി. ജീപ്പ് റോഡിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ് കൊക്കയിലേക്ക് തെന്നിയിറങ്ങി. പിന്നെ ഒരു തീപ്പെട്ടിക്കൂട് പോലെ താഴേക്ക് പറന്നു വീണു. കുര്യാച്ചന്റെ നിലവിളി അന്തരീക്ഷത്തിലൂടെ നേർത്തൊരു തേങ്ങൽ പോലെ അകന്നുപോയി. മുന്നോട്ട് കുതിച്ച വിക്ടർ മല കയറി വരുന്ന പോലീസ് ജീപ്പുകൾ കണ്ട് നിശ്ചലനായി. പിന്നെ ജീപ്പിനു നേരെ നടന്നു. വിക്ടർ, യു ആർ അണ്ടർ അറസ്റ്റ്. സബ് ഇൻസ്പെക്ടർ റോയി ബെൽറ്റിലെ തുകൽ ഉറയിൽ നിന്നും റിവോൾവർ എടുത്ത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. വിക്ടർ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. വിക്ടർ, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. 4 ചുറ്റും പോലീസാണ്. കീഴടങ്ങുന്നതാണ് നല്ലത്. റിവോൾവറിന്റെ ബാരൽ ചലിപ്പിച്ചുകൊണ്ട് റോയി അലറി. എന്റെ ജീവിതം ഒരു പോലീസിനും തട്ടിക്കളിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല സാറേ. അപ്പോൾ പാഞ്ഞു വന്ന ഓട്ടോ തങ്കന്റെ ഓട്ടോയിൽ നിന്നും സണ്ണിയും വറീദേട്ടനും ചാടിയിറങ്ങി. ആ കാഴ്ച കണ്ട് അവരും നടുങ്ങിപ്പോയി. ഓർക്കാപ്പുറത്ത് വിക്ടർ ഒന്ന് ചലിച്ചു. റോയിയുടെ കയ്യിലിരുന്ന തോക്ക് മുകളിലേക്ക് തെറിച്ചു. വിക്ടർ ചാടി തോക്ക് കൈക്കുള്ളിലാക്കി. സണ്ണി, കൂട്ടുകാരാ, ഗുഡ് ബൈ. വിക്ടർ സണ്ണിയെയും വറീദേട്ടനെയും നോക്കി. പിന്നെ ചുറ്റും നിൽക്കുന്ന പോലീസുകാരെയും. വിക്ടർ തോക്ക് സ്വന്തം തലയിൽ മുട്ടിച്ചു. വിക്ടർ, വേണ്ട. എന്തോ ഉൾപ്രേരണയാൽ എന്ന വണ്ണം സണ്ണി വിക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിഡ്ഢിത്തം കാണിക്കരുത്. സണ്ണി വിക്ടറിന്റെ തോക്ക് പിടിച്ച കൈക്ക് പിടിച്ച് തിരിച്ചു. അടുത്ത നിമിഷം അത് സംഭവിച്ചു. വിക്ടർ സണ്ണിയെ സ്വന്തം കൈകൾക്കുള്ളിലാക്കിയിട്ട് തോക്ക് സണ്ണിയുടെ തലയിൽ മുട്ടിച്ചു. അപ്പോഴേക്കും മഞ്ഞുമലയിലും ചുറ്റുമുള്ള ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. വിക്ടർ, സണ്ണിയെ വിട്. കുന്നത്തോട് ജോസ് ഒരു പത്തലുമായി ഓടി വന്നു. ആരും തടയരുത്. തടഞ്ഞാൽ ഇവന്റെ ശവം കൂടി ഇവിടെ വീഴും. വിക്ടർ ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലറി. ആളുകൾ അന്തം വിട്ടു നിന്നു. അയ്യോ മോനെ, സണ്ണിച്ചാ! വറീദേട്ടൻ നിലവിളിച്ചു. വഴിമാറ്. തോക്കിന്റെ ബാരൽ ചലിപ്പിച്ചുകൊണ്ട് വിക്ടർ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ പോലീസുകാരും നാട്ടുകാരും വഴിമാറിക്കൊടുത്തു. സണ്ണിയുമായി വിക്ടർ പോലീസ് ജീപ്പിനടുത്തെത്തി. പിന്നെ ജീപ്പിനുള്ളിലേക്ക് സണ്ണിയെ കയറ്റി. പിന്നാലെ വിക്ടറും കയറി. സ്വിച്ച് കീ തിരിഞ്ഞു. ജീപ്പ് സ്റ്റാർട്ടായി. പോലീസുകാരും നാട്ടുകാരും നോക്കി നിൽക്കെ ഭ്രാന്തമായ വേഗതയിൽ ജീപ്പ് ചുരമിറങ്ങി. സണ്ണി, നീ എന്നോട് ക്ഷമിക്കണം. അവിടുന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ വിക്ടർ സണ്ണിയോട് പറഞ്ഞു. സാരമില്ല വിക്ടറെ, എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നായിരുന്നു എൻ്റെ ചിന്ത. പൊന്തിക്കോസ് പള്ളിയുടെ മുമ്പിലെത്തിയതും വിക്ടർ ജീപ്പ് നിർത്തി. സണ്ണി, ഇവിടെ ഇറങ്ങിക്കോ. ഇനി കണ്ണും മൂക്കും അടച്ച ഒരു പോക്കാണ്, വിക്ടർ പറഞ്ഞു. സണ്ണി ജീപ്പിൽ നിന്നിറങ്ങി. ഞാൻ ഇനിയും വരും സണ്ണിയെ കാണാൻ. പോട്ടെ. വിക്ടർ ജീപ്പ് മുമ്പോട്ടെടുത്തു. അന്ന് ഉച്ചയായപ്പോൾ പോലീസ് സംഘം എലന്തുകടവ് പാലത്തിനക്കരെ റോഡ് സൈഡിൽ മറിഞ്ഞു കിടക്കുന്ന പോലീസ് ജീപ്പ് കണ്ടെത്തി. പക്ഷേ വിക്ടറിന്റെ പൊടി പോലുമില്ലായിരുന്നു. അയാൾ വിദഗ്ധമായി രക്ഷപ്പെട്ടെന്ന് പോലീസിന് മനസ്സിലായി. വിക്ടറിനെ പിടിക്കാൻ വേണ്ടി നാനാഭാഗത്തേക്കും മെസ്സേജുകൾ പറന്നു. അന്ന് മഞ്ഞുവയൽ പള്ളിയിൽ എത്തിയവരൊക്കെ ഒരു മംഗളമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. സണ്ണിയുടെയും ആഞ്ചലയുടെയും വിവാഹമായിരുന്നു.
പുല്ലന്തറയച്ചൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആ ചടങ്ങ് നടന്നത്. സണ്ണി ആഞ്ചലയുടെ കഴുത്തിൽ താലി ചാർത്തി കഴിഞ്ഞപ്പോൾ ഡേസിയുടെ മടിയിലിരുന്ന ഡെൽനമോൾ ഊർന്നിറങ്ങി ആഞ്ചലയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. താൻ മണവാട്ടി പെണ്ണാണെന്നും പള്ളിക്കകത്താണെന്നും ആഞ്ചല ഒരു നിമിഷം മറന്നുപോയി. അവൾ ഡെൽനമോളെ വാരിയെടുത്ത് കവിളിൽ ചുംബിച്ചു. അപ്പോൾ ഗായക സംഘം വിവാഹത്തിന്റെ ഗാനം ആലപിക്കുകയായിരുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. നന്ദി.